ഡോക്ടർ എനിയുടെ മോനെ സംബന്ധിച്ച് എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനാണ് അറിയുക. പക്ഷെ ഞാനിവിടെ ഗ്രൂപ്പിന്റെ പൾസ് മനസ്സിലാക്കി, ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മാനസികാവസ്ഥ, അതുപോലെ ഗ്രൂപ്പ് മുന്നോട്ട് എങ്ങനെയാണ് പോവേണ്ടത്, അതുപോലെ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങൾ, അതുപോലെ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഇനി എങ്ങോട്ടാണ് മാറി പോകാൻ സാധ്യത എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഡോക്ടർ ഇനിയുടെ ഒരു ഫീഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നേരം അദ്ദേഹത്തിന്റെ ജോലി തിരക്കാണ്, 2 നേരമാണ് ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അദ്ദേഹത്തിന്റെ വെച്ചാല് വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ആണ് കൊടുക്കാതെ അങ്ങനെ വന്നത്. ഉച്ച സമയത്ത് ഓവർ ഫീഡിന്റെ കേസ് വരുന്നില്ല, മതിയായ റെസ്റ്റ് ലഭിക്കുന്നുള്ളതാണ്. അദ്ദേഹത്തിന് വെള്ളം തട്ടി ചിന്തിപ്പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടാത്ത അവസ്ഥ വരരുത് എന്ന നിലക്ക് അദ്ദേഹം ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സിസ്റ്റം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കൂടെ ബൗളിലും വെള്ളം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ബാക്ക്യാർഡ് റാബിറ്റ് ഫാം എന്ന രീതിയിൽ നോക്കി പരിചരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്നാൽ അദ്ദേഹം മറ്റു പല കാര്യങ്ങളും അദ്ദേഹം എക്സ്പെർട്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫാം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഗ്രൂപ്പിനകത്ത് നേരത്തെ പത്തനംതിട്ടയിൽ നിന്ന് മുയലിനെ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മിസ്റ്റർ ഫിലിപ്പ്, അന്ന് ഡോക്ടർ എനിക്ക് പറഞ്ഞിരുന്നു തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന് മുയലിനെ കൊണ്ടുപോകാൻ മടിയാണെന്നുള്ളത്. ഇവിടെ ഒരു മോർട്ടാലിറ്റി സംഭവിച്ചെങ്കിൽ പോലും അദ്ദേഹം കോൺഫിഡൻസ് ഉണ്ട്, അദ്ദേഹം ഇത് പോസ്റ്റ്മോർട്ടം നടത്തി, അദ്ദേഹം ഒന്നും നഷ്ടപ്പെട്ടെങ്കിൽ 10 തിരിച്ചു പിടിക്കാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹത്തിനെതിരെയല്ല, അത് ഗ്രൂപ്പിന്റെ ഗുണത്തിന് വേണ്ടിയാണ്, എല്ലാവരും മനസ്സിലാക്കണമെന്ന് ആദ്യമായിട്ട് റിക്വസ്റ്റ് ചെയ്യാം. മുയലിന്റെ ശരീരത്തില് ഗ്യാസ് പെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്യാസ് ഫോം ചെയ്ത് ഒരു ബോൾ രൂപത്തിലായിട്ട് അതിന്റെ ഗട്ടില് അതിന്റെ കുടലുകളിലോ ആ ഏരിയയിൽ എവിടെയെങ്കിലൊക്കെ ബ്ലോക്കായി കിടന്നാലുണ്ടാവുന്ന അസ്വസ്ഥത മുയൽ പ്രകടിപ്പിക്കും. മുയല് സാധാരണഗതിയിൽ പല്ലെറുമ്പി കാണിക്കുന്നത്, നല്ല വേദനയിൽ കണ്ണീര് വലിക്കും, ഇതൊക്കെ ഉണ്ടാവും. അത്തരം ഘട്ടങ്ങളിൽ ചെയ്യേണ്ട മസാജിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വിവരിക്കുന്നത്. അപ്പോൾ മുയലിന് ചെയ്യേണ്ട മസാജ്, ആദ്യം മുയലിനൊന്ന് നമ്മൾ ഓമനിച്ച് നമ്മുടെ അടുത്ത് ചേർത്ത് പിടിച്ചോ നമ്മളതിനൊന്ന് നമ്മളിലേക്ക് നടുപ്പിക്കുക, നമ്മളെ തൊടാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. എന്നിട്ട് അതിന് പറഞ്ഞ ജെന്റിൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ കേവലം മാന്യമായിട്ടുള്ള മലയാളത്തിന്റെ അർത്ഥത്തിലല്ല, മൃദുലമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുക. അപ്പൊ ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ വേദന ഉണ്ടാവും, ചിലപ്പോൾ കടിച്ചേക്കാം, അതിന്റെ പ്രതികരണം പണ്ടുപത്തിലും വരും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് മസാജ് ചെയ്യുന്നത് അതിന്റെ 1 മിനിറ്റ് കഴിഞ്ഞ ശേഷമുള്ള ഭാഗം ശ്രദ്ധിക്കാം. ഈ മസാജ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിന്റെ വയറിന്റെ ഇരുവശത്തും ഒരേ സമയം കൈ ഉള്ളിൽ അമർത്തി പ്രസ് ചെയ്ത് അതിനെ പൊക്കുകയോ അതിനെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉള്ളിൽ ഫോം ചെയ്ത ഗ്യാസിൽ ഒന്നും കൂടി പെട്ടെന്ന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുക. അതില്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, വലത് ഭാഗം ഇടത് ഭാഗത്ത് നമ്മൾ കൈ വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആദ്യം ചെറുതായിട്ട് ജെന്റിൽ മസാജ് എന്ന് പറയാം, മൃദുവായിട്ട് ഒന്ന് തടവി അത് മറുഭാഗത്തേക്ക് അതിന്റെ പ്രഷർ പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പ്രസ് ചെയ്യുക. ആ സമയത്ത് ഇടത് വലതും ഉണ്ടല്ലോ, ഒരു ഭാഗത്ത് പ്രസ് ചെയ്യും, മറുഭാഗത്ത് പ്രസ് ചെയ്യാതിരിക്കുക. അങ്ങനെ മാറി മാറി പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് മുൻഭാഗത്ത് തുടങ്ങി ബാക്ക് ഭാഗത്തേക്കാക്കാം, ബാക്ക് ഭാഗത്താക്കി മുൻഭാഗത്തേക്കാക്കാം. എന്തായാലും ഒരു ഭാഗത്തോട് മറുഭാഗത്തേക്ക് ഫ്രീ കൊടുക്കണം, റിലാക്സ് ചെയ്യാനുള്ള സാവകാശം കൊടുക്കണം. അങ്ങനെല്ലാം ചെയ്തതിനു ശേഷം പിന്നീട് ഈ വീഡിയോ ലാസ്റ്റ് കാണുന്ന പോലെ പിറകുഭാഗം വലിപ്പം പൊക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. റാബിറ്റിന് വളരെ ഇഷ്ടമായിരിക്കുന്നതാണ്. റാബിറ്റിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, കേവലം ഇഷ്ടമെന്നുള്ളതല്ല, അതിനുള്ള ഗ്യാസിനെ മൂവ് ചെയ്യാനുള്ള ഒരു സാവകാശം ഉണ്ടാക്കുക. അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ നമ്മൾ കൊണ്ട് ചെയ്യണം. മൃദുവായിട്ട് തടവ്, ഒരു കാരണവശാലും ശക്തമായിട്ട് തടവരുത്. ശക്തമായിട്ട് തടവി കഴിഞ്ഞാൽ കുളത്തിലേറെ അത് ദോഷമാണ് ഉണ്ടാക്കുക. ഹായ്, ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫിലിപ്പ്. നിങ്ങൾ ഇവിടെ സലിംക മുകളിൽ കുറച്ച് വോയിസുകൾ ഷെയർ ചെയ്യുകയുണ്ടായി. മുയലുകൾക്ക് വരാൻ രോഗങ്ങളെ പറ്റിയുള്ള കുറച്ച് വോയിസ്. അത് എല്ലാവരും ആ വോയിസുകൾ കേൾക്കണം. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ അതിന്റെ പ്രാഥമിക സ്റ്റേജിൽ തന്നെ നമ്മൾ കുറച്ച് ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഇവിടെ ഷെയർ ചെയ്യുന്ന വോയിസുകൾ ആക്ച്വലി സലിംക ചെയ്യുന്നത് സലിംക മെഡിക്കൽ സാറുമായിട്ട് ചോദിച്ച് അത് കാര്യമായിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വോയിസുകൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ വോയിസുകളെല്ലാം അതിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്.
അപ്പൊ അത് എല്ലാവരും തന്നെ കേട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബ്ദുള്ള മേലാറ്റൂര്. എന്റെ ഒരു 2 മുതൽ ഇന്ന് ഒരു 12 മണിക്ക് 11:30 ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി പ്രസവിച്ചത്. അപ്പോഴാണ് ഞാൻ കണ്ടത്. 11 മണിക്കില്ല, 12 മണിക്ക് ഇറങ്ങുമ്പോ ആണ് കുഞ്ഞുങ്ങളെ കണ്ടത്. നെറ്റ് സ്പോർട്സ് ഒന്നും വെച്ച് കൊടുത്തിരുന്നില്ല. പിന്നെ ഒരു പ്രഗ്നന്റ് ഉള്ള വിവരം തന്നെ നമ്മളറിയില്ല. അങ്ങനത്തെ ലക്ഷണമൊന്നും കണ്ടിരുന്നില്ല. ഞാൻ കൊടുത്തിട്ട് ഇന്നൊക്കെ 33 ദിവസമായി. അപ്പൊ കൊടുന്ന അന്നെ ക്രോസിംഗ് ആയിരിക്കും തോന്നുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ 1-ന് 7 1-ന് 2 കുട്ടികൾ ഒരുമിച്ചായിരുന്നു. 2 ഒരുമിച്ചാണ് നടന്നത്. ഒരേ സമയമാണ് 12:30 സംഭവം നടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ചുകൊണ്ട് നെറ്റ് സോഴ്സ് ഇപ്പഴാ വെച്ചു കൊടുത്തേക്കണേ. അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കൂലേ? അബ്ദുള്ള ഭായി നമസ്കാരം. പിന്നെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതില് ഈ പ്രസവിച്ച മോരുകൾക്ക് ഗ്ലൂക്കോസിന്റെ വെള്ളം കലക്കി കൊടുക്കുക. ഒരു 1-2 ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക. കാരണം ക്ഷീണം നല്ല ഉണ്ടാവും. പിന്നെ 1-ന് 2 1-ന് 7 എന്നല്ലേ പറഞ്ഞത്. അപ്പൊ 7 കുട്ടികളുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് 2 കുട്ടികളെ എടുത്തിട്ട് ഈ 2 കുട്ടികളെ ഇട്ട് കൊടുക്കുക. അതായത് 4ഉം 5ഉം ആക്കി മാറ്റുക. അപ്പൊ ഇവർക്ക് കൂടുതൽ വളർച്ചയും പാലും നല്ലോണം കിട്ടും. ഓക്കെ. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മുടെ സലീം ഭായി ഈ ദഹന പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം അതിനുള്ള ഒരു മരുന്നായിട്ട് ഇപ്പൊ നമ്മുടെ പൈനാപ്പിളിന്റെ ജ്യൂസ് കൊടുക്കാന്ന് പറഞ്ഞു. അത് ഈ പൈനാപ്പിൾ ജ്യൂസിന്റെ ഒരു വിഷയം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മിതാദ് ഭായി എന്നോട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു പൈനാപ്പിൾ മുറിച്ചതിന്റെ കഷ്ണം എടുക്കുക, അതിങ്ങനെ പിഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് അതിന്റെ നീര് കിട്ടും. നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ സോളിഡ് ആയിട്ടുള്ള അതിന്റെ ആ നീര് നമുക്ക് കിട്ടും. അതിങ്ങനെ ഒരു സ്പൂൺ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ 2 നേരം കൊടുത്താൽ തന്നെ ഏകദേശം പെട്ടെന്ന് ദഹന പ്രശ്നങ്ങളൊക്കെ മാറാറുണ്ട്. അപ്പൊ അതിൽ അടങ്ങിയ കണ്ടന്റുകൾ നമ്മുടെ സലീമ വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ ഈ ദഹന പ്രശ്നം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫീഡിൽ നിന്നാണ് ഇവർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് ഇതിൽ സങ്കടകരമായ ഒരു കാര്യം. അപ്പൊ നമ്മൾ തന്നെയാണ് ശരിക്കും നമ്മുടെ മുതലിന്റെ ഘാതകരായി മാറുന്നത്. നമ്മളാണ് ശരിക്കും നമ്മളെ കൈ കൊണ്ടാണ് ശരിക്കും അവരെ കൊല്ലുന്നത്. മറ്റൊന്നുമില്ല, ചിലപ്പോ ഒരുപക്ഷെ അവരായിട്ടുള്ള നമ്മുടെ സ്നേഹം കൂടുതലാണ്. നമ്മൾ അവർക്ക് വിശക്കണ്ടെന്ന് എഴുതിയിട്ട് കൂടുതൽ ഭക്ഷണം ഇട്ട് കൊടുക്കും. ഈ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ മുയലുകളുടെ ഫീഡിങ് ഒരു സിസ്റ്റത്തിൽ നമ്മൾ വളരെ കൺട്രോൾ ആയിരിക്കണം. ഇപ്പൊ പെല്ലറ്റ് കൊടുക്കുന്നവരാണെങ്കിൽ 2 ടൈമായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മള് സാധാ ഒരു മുയലിന് നമ്മൾ 100 ഗ്രാമാണ് കൊടുക്കാറ്. അതായത് ക്രോസ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള പെൺമുയലുകൾക്കൊക്കെ നമ്മൾ ആൺമുയലായ 100 ഗ്രാമാണ് കൊടുക്കാറ്. അപ്പൊ ഈ 100 ഗ്രാം നമ്മൾ രാവിലെ ഒരു 50 ഗ്രാം ഇട്ട് കൊടുക്കുക. അതിന്റെ ബാക്കി 50 ഗ്രാം രാത്രി ഇട്ട് കൊടുക്കുക. രാവിലെ 50 ഗ്രാം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കുറച്ച് പുല്ലിട്ട് കൊടുക്കുക, രാത്രിയും കുറച്ച് പുല്ലിട്ട് കൊടുക്കുക. ബാക്കിയുള്ള സമയം ഇവർക്ക് ഫുൾ നമ്മൾ റെസ്റ്റ് കൊടുക്കുക. അതായത് ഉച്ചക്കൊന്നും നമ്മൾ ഇതിന് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. വെള്ളം 24 മണിക്കൂറും നമ്മുടെ ഫാമില് അവരുടെ കൂടുകളിൽ അവർക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഒരു ഏറ്റവും വലിയൊരു സുഖം, ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാല് നമുക്കുള്ള ഈ ജോലിഭാരം ഒരുപാട് കുറയാണ്. ഇത് നമുക്ക് പുറത്തെങ്കിലും പോകണമെങ്കിൽ തന്നെ ഫുൾ ടെൻഷനാണ്. ഉച്ചക്ക് ഇവർക്ക് ഫീഡ് കൊടുക്കണം, പുല്ല് കൊടുക്കണം. അപ്പൊ ആ ഒരു സിസ്റ്റം നമ്മളെല്ലാവരും മാറ്റിയെടുക്കാം. കാരണം ഇതൊന്നും തുടക്കത്തിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ഈ കൂടുതൽ ജോലി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം നമ്മൾ പുതിയ ഫാം തുടങ്ങിയതാണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വളരെ ബുദ്ധിമുട്ടായി തോന്നും. കാരണം നമുക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ മരണ വീട്ടിൽ നമുക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫാമിലിയായിട്ട് ഒരു പുറത്തെങ്കിലും കറങ്ങാൻ പോകാൻ കഴിയില്ല. അപ്പൊ ഇത് നമുക്കൊരു തടസ്സമായി നിൽക്കുമ്പോൾ പൊതുവെ നമുക്ക് ഇതൊരു വെറുപ്പായി തുടങ്ങിയത്. വീട്ടുകാരൊക്കെ നമുക്ക് എതിർക്കൽ തുടങ്ങും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു സിസ്റ്റമാറ്റിക് കൊണ്ടുവരണം നമ്മുടെ ഫാം. നമ്മുടെ ആ ഭക്ഷണ രീതിയെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ രാവിലെ ഇട്ട് കൊടുക്കാം, രാത്രി ഇട്ട് കൊടുക്കാം. അപ്പൊ ബാക്കിയുള്ള പകൽ സമയം നമുക്ക് എവിടെ വേണമെങ്കിലും കറങ്ങി തിരിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാനൊക്കെ എന്റെ ഫാമില് അനുവർത്തിച്ചു പോരുന്ന രീതി അതാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോ ഈ ഫുള്ള് കറക്കവും കാര്യങ്ങളൊക്കെ അപ്പോഴേ നടക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ഇങ്ങനെ, ഇപ്പൊ കൈത്തീറ്റയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രാവിലെ കൊടുക്കുന്നു, വൈകുന്നേരം കൊടുക്കുന്നു, പിന്നെ പുല്ലിട്ട് കൊടുക്കുന്നു. പിന്നെ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു ദഹന പ്രശ്നങ്ങൾ വരാൻ മെയിൻ കാരണം ഇപ്പൊ നമ്മൾ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്. നമ്മുടെ ഈ ഫീഡ് കൊടുക്കുന്ന സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ, ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഫീഡിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പൊ നമ്മൾ ഒരിക്കലും ഇപ്പൊ ഒരു പെല്ലറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ എന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, കൈത്തീറ്റ ഉണ്ടാക്കുന്ന കൊടുക്കുന്ന അത് മുതലുകൾ കഴിക്കുന്നൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്.
അപ്പൊ അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് ഒരു കൈത്തീറ്റയിലേക്ക് ആരും മാറേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന രീതി അത് കറക്റ്റാണ്. നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. കുട്ടികളൊക്കെ അത്യാവശ്യം വളരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെല്ലറ്റ് കൊടുക്കുന്ന രീതിനെ തുടർന്നുകൊണ്ടിരിക്കുക. പെല്ലറ്റ് കൊടുക്കുന്ന പെല്ലറ്റ്, കൈത്തീറ്റ അത് നമ്മൾ ഒരിക്കലും മാറേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇതിന് മുകളിൽ സലീമ 2 വീഡിയോസ് കിട്ടിയിരുന്നു. ഒരു പെല്ലറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നു, പിന്നെ കൈത്തീറ്റയെ കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നു. ഇത് രണ്ടും കാണുമ്പോൾ നമുക്കാകെ കൺഫ്യൂഷൻ ആവും ഇതിലേതാ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ആരും അങ്ങനെ ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന രീതി അത് നമുക്ക് ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു കൈത്തീറ്റയുടെ വിഷയം ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തിടുന്ന ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം, ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ചില ഏരിയകളിൽ ഇപ്പൊ ഈ പെല്ലറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മിക്താദ് ഭായി എന്നോട് വിളിച്ചിട്ട് കൈത്തീറ്റയുടെ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. കാരണം അവർക്കിപ്പോ ഇങ്ങനെ ഈ റോ മെറ്റീരിയൽസ് നമുക്കറിയാം, ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കിട്ടും. അത് വാങ്ങിച്ചിട്ട് തീറ്റ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ നമുക്ക് ഒരിക്കലും പട്ടിണിക്ക് ഇടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച വന്നത്. അപ്പൊ ആരും എടുത്തു ചാടി ഇപ്പോ അതിൽ സുരേഷ് മേനോൻ കഞ്ഞി കൊടുക്കുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പൊ ഇന്നലെ ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്ത ഫാമിൽ നിന്ന് നമ്മൾ വീഡിയോസ് ഒക്കെ നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താണ് കഞ്ഞി കൊടുത്തുകൊണ്ട് വന്ന അനന്തര ഫലങ്ങള്. പക്ഷെ അത് സത്യത്തിൽ സുരേഷ് മേനോന്റെ ഫാമിലി 100% വിജയമാണ്. അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അപ്പൊ നമ്മൾ സുരേഷ് മേനോൻ കഞ്ഞി കൊടുത്ത് കുട്ടികൾ വലുതായെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാടിക്കയറി നമ്മൾ കഞ്ഞി കൊടുക്കാൻ നിന്നാല് ഇപ്പൊ ഇന്നലെ ആ വീഡിയോയിൽ കണ്ട അതേ സിറ്റുവേഷനിൽ നമ്മുടെ ഫാം മാറും. കഷ്ടങ്ങളാണ്. കാരണം കുട്ടികൾക്ക് വളർച്ചയല്ല, അവർ ഹോംഗാർഡ് പഠിച്ച് കഴിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ സുരേഷ് മേനോൻ അത് ചെയ്യുമ്പോൾ അദ്ദേഹം അതിന്റെ പിന്നിൽ ചെയ്യുന്ന ഒരു ജോലി ഭാരം കൂടി നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. അത് കഞ്ഞി പാവുന്ന കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നോക്കി നിൽക്കുക ചെയ്യുന്നു. ഒരു കുടിച്ച് കഴിഞ്ഞാൽ ആ പാത്രം എടുത്ത് അത് കഴുകി വൃത്തിയാക്കി അതിലൊരു വീണ്ടും വെള്ളം നിറച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോ തിരക്കുള്ളപ്പോ എന്നെ പോലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് തൊട്ടാൻ കഴിയില്ല. അപ്പൊ നമ്മളിവിടെ കഞ്ഞി ഒഴിച്ചിട്ട് അത് വെച്ചുകൊടുത്ത് പോയി കഴിഞ്ഞാല് ഇപ്പൊ അവര് ഇൻകേസ് കുടിച്ചില്ലെന്ന് വിചാരിക്കുക, ആ കഞ്ഞി ഇരുന്ന് പുളിച്ചാൽ നമുക്കറിയാം ബാക്ടീരിയയുടെ പ്രവർത്തനം തീർച്ചയായിട്ടും നടക്കും. അത് കുടിച്ചു കഴിയുമ്പോൾ ഇവർക്ക് പല പ്രശ്നങ്ങളും വരും. അതുപോലെ ഈ കഞ്ഞിയിൽ അഗ്രിമിഫോർട്ട് ചേർക്കണം, പിന്നെ തവിടുകൾ പിണ്ണാക്കൊക്കെ ചേർത്താലാണ് ഇതിന് 100% ഇത് നല്ലൊരു പ്രോട്ടീനുള്ള ഒരു ഫീഡായി മാറുകയുള്ളൂ. അല്ല നമ്മൾ കുറച്ച് അരി മാത്രം തിളപ്പിച്ചിട്ട് ഇങ്ങനെ കൊടുത്താലൊന്നും ഈ കുട്ടികൾ രക്ഷപ്പെടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിൽ ആ ഒരു സിസ്റ്റത്തില് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ തുടർന്നുകൊണ്ടിരിക്കുക. നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഞാനിങ്ങനെ ചെയ്ത് വിജയിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിലേക്ക് എടുത്ത് ചാടരുത്. അത് ശരിക്കും സത്യത്തിൽ നമുക്കൊരു അത്യാഗ്രഹമായി മാറും. അത് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചടിയാണ് നമുക്ക് വരിക. അപ്പൊ എല്ലാവരും അത് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാം. ഓക്കെ, താങ്ക് യു. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഈ വോയിസിൽ വന്നത് ഒരു പൊതുവായിട്ടുള്ള 1-2 കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ നമ്മുടെ ഈ ഫാം ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഏരിയ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോ ഞാൻ അതിന്റെ ഒരു 2-3 ദിവസം മുമ്പായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ വോയിസും വിടാറുണ്ട്. അതായത് ഇപ്പൊ 3-ാം തീയതി നമ്മളിങ്ങനെ ഈ ഇന്ന ഡിസ്ട്രിക്റ്റില് ഫാം വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ആ ഏരിയയിലുള്ള എല്ലാവരോടും നമ്മൾ അവരുടെ കോണ്ടാക്ട് നമ്പറും അഡ്രസ്സും ഒക്കെ സെൻഡ് ചെയ്യാനും പറയാറുണ്ട്. പക്ഷെ ഇതിലൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് ആരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ലാസ്റ്റ് ഞാനിപ്പോ മിന്നാന്ന് നമ്മൾ ഇന്നലെ വ്യാഴാഴ്ച വിസിറ്റ് ചെയ്ത ഫാമുകൾക്ക് ഞാൻ ഇൻഫോം ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തതിനു ശേഷം ആകെ ഒരാൾ മാത്രമാണ് അവരുടെ അഡ്രസ്സ് നമുക്ക് അയച്ചു തന്നു. വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പൊ സത്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു ഉള്ളൊരു ഫീലിംഗ് ഇല്ല, സത്യം പറഞ്ഞു, ഒരു ഫീലിംഗ് ഇല്ല നമുക്ക്. കാരണം നമ്മൾ ഇത്രയും നമ്മുടെ ഓരോ ജോലി കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതിന് ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുമ്പോ അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? എന്നെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ഒരിക്കലും അഹങ്കാരം കൊണ്ട് പറയല്ല. ഇപ്പോ നിങ്ങളുടെ ഫാമിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. കാരണം അത്ര വലിയ പുതിയതായി തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പുതിയ അറിവുകളൊന്നും എന്തായാലും എനിക്ക് അവിടുന്ന് കിട്ടാണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ അവിടെ ഉണ്ടാവുള്ളൂ. മിക്താദ് ഭായിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനി പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിൽ നിന്ന് പഠിച്ചെടുക്കാനൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ആ വ്യാഴാഴ്ചയുള്ള അദ്ദേഹത്തിന്റെ ടോട്ടൽ ബിസിനസ് ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ ഈ ഒരു പര്യടനം. ഞങ്ങൾ രാത്രി അവസാനിപ്പിക്കുമ്പോൾ 10 മണിക്കാണ് ഞാൻ എന്റെ വീട്ടിലെത്തുന്നത്. മിക്താദ് ഭായി എവിടുന്ന് പിന്നെയും പോകണം. അദ്ദേഹം 11 മണിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ വീട്ടിലെത്തിയപ്പോ.
അപ്പൊ ഇത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ട് നമ്മൾ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ വരുമ്പോ നിങ്ങൾ സഹകരിക്കില്ല എന്നല്ല പറയുന്നത്. കാരണം അപ്പൊ നിങ്ങൾ അങ്ങനെ രീതിയിൽ വേണം ഇത് ചിന്തിക്കാൻ. അപ്പൊ നമ്മളിത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്. നിങ്ങൾ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ എവിടെയും കാണാത്തൊരു രീതിയായിരിക്കും ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ആവിഷ്കരിച്ചത്. ഇപ്പൊ മിനിതാബായിക്ക് വേണമെങ്കിൽ നമുക്ക് മൊബൈലിനെ തരാം, നമുക്ക് തരുമ്പോൾ ജീവനുണ്ടായാൽ മതി, അത്ര അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി ഉള്ളൂ. അത് കൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാലൊന്നും അവര് അറിയേണ്ട കാര്യമല്ല. പക്ഷെ എന്നിട്ടും ഇത്രയും ഒരു ഡെഡിക്കേഷനോട് കൂടി, ഇപ്പൊ ഇത്രയും ബാക്ക് സപ്പോർട്ട് കൂടി നമ്മളെ ഫാമിൽ അദ്ദേഹം വരുന്നു, അദ്ദേഹം വന്ന് കണ്ട് സംസാരിച്ച് അതിന്റെ മിസ്റ്റേക്കുകൾ പറഞ്ഞു തരുന്നു. അപ്പൊ ഇത്രയും നല്ലൊരു ബാക്ക് സപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോ നമ്മൾ ഒരിക്കലും അത് പാഴാക്കി കളയാൻ പാടില്ല. എന്തിനാണ് പേടിക്കുന്നത്? അപ്പൊ അധികം ആൾക്കാർക്കും പേടിയാണ്. മിഗ്ദാദ് ഫാമിലി വിസിറ്റ് ചെയ്യാൻ വരുന്നത് പറയുമ്പോൾ പേടിയാണ്. അപ്പൊ ഈ പേടി എങ്ങനെ ഉണ്ടാവും? നമ്മളടുത്ത് അപ്പൊ നമുക്ക് തന്നെ അറിയാം നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അദ്ദേഹം വന്നിട്ട് നമ്മുടെ മൈനസ് പോയിന്റുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് നമ്മൾ തിരുത്തിയിട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടി നമുക്കൊരു വിജയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഈ പുറകെ നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാം. നമ്മളിങ്ങനെ ഒരു വിസിറ്റ് ചെയ്യാനുള്ള വോയിസ് വിടുമ്പോ അപ്പൊ ആ ഏരിയയിലെ എല്ലാവരും, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു ലോങ് ആയിട്ട് നമ്മളിത് കറങ്ങി വരുമ്പോ ഒരു വലിയൊരു സംഖ്യത്തിന്റെ പുറകിൽ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഒരു 2,000-2,500 രൂപയുടെ എണ്ണ തന്നെ നമുക്ക് വണ്ടിയിൽ അടിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ഒരു 3-4 ആളെ ചെലവുകൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5,000 രൂപന്റെ മുകളിൽ ചെലവ് വരുമെന്നാണ് ഞാൻ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞിട്ടില്ല, ചെലവ് എത്രയെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം. അപ്പോ നമ്മൾ ഇത്രയും എക്സ്പെൻസ് ഒക്കെ ആക്കിയിട്ട് നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ അപ്പൊ നമുക്ക് കുറച്ചധികം ഫാമുകൾ കിട്ടണം. എങ്കിലും നമുക്ക് ആ ബെൽറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഇത്ര ഫാം സന്ദർശിച്ചു, ഇത്ര കർഷകരെ കണ്ടു, ഇത്ര കർഷകരെ ഉപദേശം നൽകുന്ന ഒരു സമാധാനങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ നിങ്ങൾ ആരും അടിച്ചു നിൽക്കാതെ, അപ്പൊ നമ്മളിങ്ങനെ വോയിസ് വിടുമ്പോ ഇപ്പൊ അടുത്ത ആഴ്ച ഏരിയയാണ് വരുന്നതെന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവരും സഹകരിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്രസ്സൊക്കെ നമുക്ക് പാസ് ചെയ്യാം. ഇനി നിങ്ങൾ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യാൻ മടിയാണെങ്കിലാണ് ഞാൻ എന്റെ PM വിടാൻ പറയാറ്. ഇത് മിഗ്ദാദ് ഭായിനെ ഞാൻ വിളിച്ചു ചോദിക്കണം, മിഗ്ദാദ് ഭായി അവിടെ ആരൊക്കെയാണ് ഉള്ളത്. അപ്പൊ അദ്ദേഹം എനിക്ക് നമ്പർ അയച്ചു തരും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഫോൺ ചെയ്യാം. എന്നിട്ട് നിങ്ങളോട് ചോദിക്കാം, ഞങ്ങളിങ്ങനെ വ്യാഴാഴ്ച വരുന്നുണ്ട്, നിങ്ങളവിടെ ഉണ്ടാവൂലേ, ഞങ്ങൾ വരട്ടെ. എന്താ ഇതിന്റെയൊക്കെ ആവശ്യം? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോ 1-2 സ്ഥലത്ത് സംഭവിച്ചൊരു കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ നമുക്ക് വേണ്ടി ഭക്ഷണം അവർ കരുതാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഭക്ഷണം കരുതുമ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് മുമ്പ് ഇൻഫോം ചെയ്യണം. കാരണം നമ്മളിത് മറ്റാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാക്സിമം പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ച് വരാറ്. എന്നിട്ട് നമ്മൾ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവർ പറയാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കരുതിയിരുന്നു, എന്താ നിങ്ങൾ ഭക്ഷണം കഴിച്ച് വന്നത്. പക്ഷെ അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളത് അറിയുന്നില്ല. അപ്പൊ നമുക്കത് വലിയൊരു വിഷമമാണ്. കാരണം നമുക്ക് വേണ്ടി നിങ്ങൾ ഭക്ഷണം കരുതിയിട്ട് നമ്മളവിടെ കയറി വന്ന് പിന്നെ ആ ഭക്ഷണത്തിന് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി പോരുമ്പോ അത് നിങ്ങളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത്രയും എക്സ്പെൻസ് ആയി നിങ്ങൾ പൈസ ചെലവാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇങ്ങനെ വേസ്റ്റായി പോകുന്നൊരു രീതി. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമല്ല, അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം. വെറുതെ നമ്മളിങ്ങനെ കുറെ പൈസ എക്സ്പെൻസ് ആക്കേണ്ട കാര്യമല്ല. അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് മുന്നേറുക. ഓക്കെ, താങ്ക് യു. ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. ഞാന് ഈ ഒരു വോയിസ് ഇടുന്നത് ഇപ്പൊ നൗഫൽ ഭായി പറഞ്ഞ പോലെ വളരെ കറക്റ്റാണ്. ഞങ്ങള് ഇത്രയും ബുദ്ധിമുട്ടി എല്ലാരും ഓരോരോ ജോലി എത്തിയിരിക്കുന്ന ആളാണ്. ഞാനിവിടെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് അർജന്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കുറെ സംഭവങ്ങളുണ്ട്. ഞാൻ കുറെ പ്രാവശ്യം ഇതാക്കാനോട് പറഞ്ഞതാണ്, നമുക്ക് കുറച്ച് അടുത്ത വീക്കിൽ പോവാന്ന് സമ്മതിച്ചില്ല. അപ്പൊ എന്തായാലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെല്ലാം എന്റെ ജോലിയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടാണ് ഞാനും ഇതിലേക്ക് ഏതായാലും പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചത്. പിന്നെ പക്ഷെ ഞങ്ങള് വരുന്ന വിവരം അതുപോലെ നൗഫൽ ഭായി ഗ്രൂപ്പിലിട്ടിട്ട് അത് ഗ്രൂപ്പിലുള്ള എല്ലാ വോയിസുകളും കേൾക്കാൻ വരെ ആർക്കും ടൈമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നടക്കുന്നത്. ഇനി കേൾക്കുന്നത് തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ സുരേഷ് മോന് കഞ്ഞെടുക്കുന്ന കാര്യം നൗഫൽ ഭായി ഇതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും മുഴുവൻ കേൾക്കൂല, എന്തെങ്കിലുമൊക്കെ കേട്ട് അതുപോലെ ചെയ്യുക. അതിന്റെ ബാക്കി കൂടി കേട്ടാലേ കറക്റ്റായിട്ട് അത് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾ പോണത് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വേണം. നിങ്ങൾക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ ജോലി ഒഴിവാക്കാൻ വയ്യ.
ഞങ്ങളെല്ലാ ജോലികളും ഉപേക്ഷിച്ച് നിങ്ങളെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? നിങ്ങളെ ജോലി ഒഴിവാക്കി ഞങ്ങളെ വെയിറ്റ് ചെയ്യണോ? അതാണ് വേണ്ടത്. ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവര് വരുന്നേ. അപ്പൊ നമ്മളിവിടെ ഉണ്ടാവണം, ആ ഒരു വിചാരം ആർക്കില്ല. അപ്പൊ ആർക്കും എന്നല്ല, കുറെ പേർക്ക്. അപ്പൊ അങ്ങനെ ഇന്നലെ ഒരു ഫാം ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആള് ജോലിക്ക് പോയി എന്ന് പറഞ്ഞേ. അപ്പൊ ഇങ്ങനെയൊക്കെ ആള് ഗ്രൂപ്പിലുള്ള മെസ്സേജുകൾ കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അപ്പൊ ഒരു മാഷ് രേഖാമൻ എന്ന് പറഞ്ഞിട്ട് ഇതില് ഉണ്ടല്ലോ, അവരെ ഹസ്ബൻഡാണ് ഇവിടുന്ന് യൂണിറ്റ് കൊണ്ടുപോയത്. അവരെ കൂടെ അവരതേ സ്ഥലത്ത് തന്നെയാണ് വേറൊരാളുണ്ടെന്ന് ഞാൻ ഇതാക്കാനോട് പറഞ്ഞിരുന്നു. അവർക്ക് ഓർമ്മയില്ല. അപ്പൊ നമ്പറിട്ട് ആരാ എന്താന്നുള്ളത് കുറെ പേര് കൊണ്ടുപോകണം, എല്ലാം അറിയണ്ടേ. അപ്പൊ എന്നാ ഗ്രൂപ്പിലിട്ടാൽ ആള് പറയണ്ടേ. അപ്പൊ എന്താ അയാള് വൈകിട്ട് ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ്, വഴി തെറ്റി കുറെ അങ്ങോട്ട് പോയതിന് ശേഷമാണ് പിന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആളെടുത്ത് പോകാന്ന് വിചാരിച്ചപ്പോ ആള് ജോലിക്ക് പോയതാണെന്ന് വീട്ടിലുള്ളവർ പറഞ്ഞത്. ഞങ്ങൾ വരുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അവിടെ വെയിറ്റ് ചെയ്തൂടെ. ഇനിയിപ്പോ രണ്ടാമത് ആ റൂട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയാല് ഭയങ്കര പ്രശ്നമാവും. ഈ ഒരു സംഭവം നമ്മള് എങ്ങനെയാണ് ഇത് അവസാനിക്കാന്ന് എനിക്കറിയില്ല. ഓരോരോ കാര്യങ്ങളും ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്നതിന്റെ ഫലമായിട്ട് അതിന് മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതേപോലെ ഈ ഒരു വിസിറ്റിങ്ങും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് എല്ലാരും ഇതിൽ നിൽക്കുക. പിന്നെ ഇതുപോലെ ഞങ്ങൾ വരുമ്പോ ഫാമിൽ ഞങ്ങള് ഓരോരോ കാര്യങ്ങളും ഓരോരുത്തരും പഠിച്ചിട്ട് മാത്രമാണ് ഇവിടെ മുതലിനെ കൊടുക്കുന്നത്. കാരണം നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കണം. ഇഷ്ടംപോലെ ആളുകൾ ഞങ്ങളോട് 2 മുതലിനെ ചോദിച്ച് വരാറുണ്ട്, ഞങ്ങൾ കൊടുക്കാറില്ല. പക്ഷെ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു യൂണിറ്റെങ്കിലും വെച്ച് ചെയ്യുമ്പോഴേ ഇതിൽ വിജയം ഉണ്ടാവുള്ളൂ. അല്ലാതെ 2 മുതലിനെ കൊണ്ടുപോയ ആൾക്കാർക്ക് വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മുതൽ കൃഷി നഷ്ടം എന്ന് പറയും. അപ്പൊ ആ ഒരു സിസ്റ്റം ഇങ്ങനെ ഓരോരോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സിസ്റ്റംസ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പൊ ഞങ്ങളെടുത്തുനിന്ന് കൊണ്ടുപോയിട്ട് ഞങ്ങള് അവിടെ ഇപ്പൊ ഈ വിസിറ്റ് ചെയ്യുന്ന സംഭവം ഞങ്ങള് വിസിറ്റ് ചെയ്യാൻ വരുമ്പോ അത് ആർക്കെങ്കിലും താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞങ്ങൾക്ക് അവരെ ഇനി ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒഴിവാക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നല്ല രീതിയിൽ ഞങ്ങളായിട്ട് സഹകരിക്കാൻ കഴിയെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇത് ഇനി നമ്മൾ എടുക്കാന്നറിയില്ല. ഇനിയിപ്പോ അടുത്ത ഈ സിറ്റിങ്ങിന്റെ കാര്യം ഇതിൽ കൊടുക്കും. അപ്പൊ ആ ഭാഗത്തുള്ളവരെല്ലാരും ഇതുപോലെ പറയാ. നല്ല ഇതിൽ വരുന്ന വോയിസുകള്, ഇതിൽ വരുന്ന മെസ്സേജുകള് എല്ലാരും കേൾക്കുക ക്ലിയർ ആയിട്ട്. അപ്പൊ പലരും ഇതിലുള്ളതൊന്നും കേൾക്കുന്നില്ല. ചിലർക്ക് ടൈം ഇല്ലാന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓരോരോ കാരണങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാരും നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് ചെയ്യാം. പിന്നെ ചിലര് പറഞ്ഞു ഞങ്ങളോട്, നിങ്ങള് വരികയാണെങ്കിൽ നിങ്ങൾ വന്ന് കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ സന്തോഷമാണ്. നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇതിനൊരു നിശ്ചിത ഫീസ് ഈടാക്കി എന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോളി, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ നിങ്ങൾ വന്നതിൽ എന്നിട്ട് അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ എല്ലാരും ഒരുപോലെ അല്ല, പലരും പല ടൈപ്പാണ്. അതിപ്പോ ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പോ തന്നെ പറയുന്നതാണ്, 10 ആളുണ്ടെങ്കിൽ നിങ്ങൾ 10 ആൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ 10 ആളും 10 സ്വഭാവമാണെന്ന്. അതേപോലെ തന്നെ മുതലിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ആളുകളും ഉണ്ട്. അപ്പൊ ഇത് നിങ്ങളെ നല്ലതിനാണെന്ന് ചിന്തിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഞങ്ങളോട് സഹകരിക്കുക. എനിക്കിപ്പോ അതാണ് പറയാനുള്ളത്. മുല്ല വളർത്തുമ്പോ അത്യാവശ്യം മുതല് 3.5 മാസം ആകുമ്പോഴേക്കും വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ രാസാപ്പ് കൊണ്ടേ കൊടുക്കുക. ആ ഒരു കോൺട്രാക്റ്റില് 3 ആളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഫാമിലുള്ള ബാക്കി മുതലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. പാനിഷൊക്കെ ആയാലും അതുപോലെ പുതുതായിട്ട് വരുന്ന ന്യൂ ബോൺ ആയാലും അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയും. അതുപോലെ ഇവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ന്യൂമോണിയ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പാസ്റ്ററല്ല മൾട്ടോസിഡ എന്ന് പറയുന്ന
ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ന്യൂമോണിയ ആണെങ്കിൽ അതേ ബാക്ടീരിയന്റെ കൂടുതലായിട്ടുള്ള സാന്നിധ്യം ആ മുയലുണ്ടെങ്കിൽ ആ മുയലിൽ അക്കാരണം കൊണ്ട് തന്നെ ഗട്ടില് അബ്സസ് ഉണ്ടായിരിക്കാം. ആ അബ്സസ് കാരണം കൊണ്ടും ഈ രൂപത്തില് ഉള്ള ഒരു റിസൾട്ട്, ചില ക്ലിനിക്കൽ സിംറ്റം നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, മുയലിന് വേണ്ടത്ര വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യം, ബാക്ക്യാർഡ് റാബിറ്റ് ഫാമിന്റെ രൂപത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരു വീക്ക് പോയിന്റ് പറയുന്നത്. വെള്ളം വേണ്ടത്ര കിട്ടാതിരിക്കുമ്പോൾ പല്ലറ്റ് മാത്രം കഴിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചേക്കാം. പല്ലറ്റ് കഴിക്കുമ്പോൾ വേണ്ടത്ര വെള്ളം പെട്ടെന്ന് വേണമെന്നുള്ള ആ സംഗതി എല്ലാവർക്കും അറിയാലോ, പെട്ടെന്ന് പറഞ്ഞു. അതുമല്ലെങ്കിൽ വേണ്ടത്ര ഫൈബർ കണ്ടന്റിന്റെ ലഭ്യതയില്ലായ്മ, അതായത് അപര്യാപ്തത, അതും സംഭവിച്ചെങ്കിൽ ഈ രൂപത്തിൽ ആയിത്തീരാൻ സാധ്യതയുണ്ട്. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. മുയല് ഫീഡ് എടുക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. നാം നേരത്തെ അതിന് വേണ്ട വെള്ളവും ഫുഡെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ നാം ഗ്രൂപ്പിൽ പലതവണ ചർച്ച ചെയ്താണ് നല്ല ഫീഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഫുഡ് പൊസിഷൻ, പുല്ലും പച്ചപ്പുല്ലും വൈക്കോലെല്ലാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും വരില്ല. ഇൻ കേസ് എങ്ങാനും ഒരു ദഹനം നടക്കാതെ ഗട്ടിനകത്ത് വയറിനകത്തൊരു സ്തംഭനം ഉണ്ടായി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് ഫോം ചെയ്തിട്ടുള്ള സ്തംഭനമല്ല, വയറ് വീർത്തിട്ടില്ല എങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ് പൈനാപ്പിളോ അല്ലെങ്കിൽ പൈനാപ്പിളിന്റെ ജ്യൂസോ. പൈനാപ്പിൾ കഷ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല, ഫൈബർ കണ്ടന്റ് കൂടുതൽ ലഭിക്കാൻ വേണ്ടി. പൈനാപ്പിളിനകത്ത് വൈറ്റമിൻസ് ഉണ്ട്, എൻസൈംസ് അഥവാ ദഹനരസം ഉണ്ട് അതിനകത്തുണ്ട്. അതുപോലെ ആന്റി ഓക്സിഡൻസ്, ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന ചെയിൻ റിയാക്ഷൻസ് പരിഹരിക്കാൻ വേണ്ടിയുള്ള ആന്റി ഓക്സിഡൻസ്, അല്ലെങ്കിൽ സെല്ലോ ടിഷ്യൂസ് ഡാമേജ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാനും അത് സഹായിക്കും. ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ദഹനത്തോടൊപ്പം തന്നെ അതിനകത്ത് കെട്ടിയിരിക്കുന്ന ഭാഗം മൂവ് ചെയ്യാൻ അത് സഹായിക്കും. കാർബോഹൈഡ്രേറ്റ്, അതിനകത്ത് ഒരു മധുരം ലഭിക്കുന്ന എണ്ണ, അത് കാർബോഹൈഡ്രേറ്റ് ആണ്, നല്ല കാർബോഹൈഡ്രേറ്റ് ആണ്, മധുരം ലഭിക്കുന്ന ടൈപ്പുള്ള. അത് വേണ്ടത്ര ക്ഷീണമുള്ള നേരത്ത് അതിന് വേണ്ട ഊർജം ലഭിക്കാനും ആ ഗ്ലൂക്കോസ് സഹായിക്കും. ഇതിനകത്ത് വൈറ്റമിൻ സി കൂടുതലും അയൺ കുറച്ചും ആയതുകൊണ്ട് അയൺ ടോക്സിക് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒരേ സമയം വൈറ്റമിനും അയണും കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാമൽസിൽ ഈ അയൺ ടോക്സിക് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായി വരാറുണ്ട്. കുഞ്ഞുങ്ങളിലൊക്കെ അത് മരണത്തിലേക്ക് വരെ നയിക്കാറുണ്ട്. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ്. ഇത് മുകളിൽ നമ്മുടെ നൗഫൽ ഭായി ഒരു വോയിസ് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, കൈത്തീറ്റയും പല്ലറ്റൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ചിട്ട്, അതിൽ നിന്ന് മാറുന്ന കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ടൊക്കെ നല്ല വിശദമായിട്ടുള്ളൊരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കും അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ് എന്നൊരു തോന്നലുണ്ട്. കാരണം നമുക്ക് പ്രസന്റ്ലി നമ്മൾ എന്ത് സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നത് അതിനകത്ത് അത്ര വലിയൊരു ബുദ്ധിമുട്ട് ഇല്ലാതെ അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സെയിം സാധനം ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരാൾ ചെയ്യുന്ന കാര്യത്തിൽ ഇത്തിരി അദ്ദേഹത്തിന് കൂടുതൽ നന്നായിട്ടൊരു മെച്ചം വരുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് ആ ഒരൊറ്റ കാര്യം വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ചാടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ ഒരു മെച്ചം അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ മെച്ചം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹം ഫോളോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചടി സംഭവിച്ചേക്കാം. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്താ വെച്ചെങ്കിൽ, ഞാൻ പ്രസന്റ്ലി വെറും പെല്ലറ്റ് കൊടുക്കുന്നു, അതായത് എൻ്റെ ബ്രീഡിംഗ് യൂണിറ്റിന് പെല്ലറ്റ് കൊടുക്കുകയും അതുപോലെ എൻ്റെ ബ്രീഡിംഗ് യൂണിറ്റ് ഉണ്ടായി വന്നിരിക്കുന്ന കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുന്ന ഒരാളാണ്. കഞ്ഞി എന്തായാലും ഞാൻ ഇതുവരെ ഇപ്പോൾ ലാസ്റ്റ് ടൈം നഫൽ ഭായ് വിട്ടിരിക്കുന്ന കൈത്തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോക്കകത്ത് കഞ്ഞി കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ, എൻ്റെ ഒരു വീഡിയോ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഫോളോ അതേ രീതിയിൽ ഇനിയിപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇപ്പോൾ പ്രസന്റ്ലി ഞാൻ ഈ പെല്ലറ്റ് മാറി അതിനകത്ത് നിന്ന് കൈത്തീറ്റ നഫൽ ഭായ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൈത്തീറ്റയിലോട്ട് മാറാൻ നിൽക്കുകയാണ്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ പ്രസന്റ്ലി എനിക്ക് ഈ പെല്ലറ്റ് ഇവിടെ പട്ടാമ്പി ഭാഗത്തൊന്നും കിട്ടാനില്ല. ഞാനിത് തിരൂര് പോയിട്ട് മിഗസായുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അത് പക്ഷെ ഞാനൊരു പ്രാവശ്യം എൻ്റെ സ്കൂട്ടി എടുത്ത് പോകുമ്പോൾ രണ്ട് ചാക്കാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അത് എഴുതി കഴിഞ്ഞെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ആണ് നിൽക്കുള്ളൂ 2 ചാക്ക്.
അപ്പോ കാരണം കുട്ടികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇതൊക്കെ മിക്സ് ചെയ്യുന്ന കാരണമൊക്കെ പെട്ടെന്നത് ചിലവായി പോകുന്നുണ്ട്. അപ്പൊ ഇത് ഓരോ ഒരു 10 ദിവസം മുഴുവൻ അവിടെ പോയി വരാന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഇപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം എനിക്ക് ഈ മുയൽ കുട്ടികളെ നോക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ കാരണം കുട്ടികളുടെ എണ്ണം കൂടിയപ്പോൾ എനിക്ക് അവർക്ക് കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു കാര്യം വരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് തിരൂരിൽ പോയി വരിക എന്ന് പറയുന്നത് എനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അപ്പൊ ഞാൻ സാറോട് സംസാരിച്ചു, ഞാനങ്ങനെ കൈത്തീരത്തിന് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ മാറ്റിപ്പോകും, കൈത്തീരേക്ക് മാറുന്നതിൽ യാതൊരു കുഴപ്പമില്ല, അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, മാറുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ആദ്യം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ നൗഫൽ ഭായിനെ വിളിച്ചിട്ട് അതിന്റെ ഏത് രീതിയിലാണ് അദ്ദേഹം അവിടെ കൈത്തീറ്റ കൊടുക്കുന്നത്, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്, ഇതെല്ലാം മനസ്സിലാക്കി. എന്നിട്ട് ഇപ്പൊ ഞാനിന്ന് മഞ്ചേരി പോയി. കാരണം മഞ്ചേരി പോകാനുള്ള കാരണം എന്താ വെച്ചാൽ അദ്ദേഹം വാങ്ങിക്കുന്നത് മഞ്ചേരിയിൽ നിന്നാണെന്ന് പറയുന്നത്, അതിന്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്കിത് മഞ്ചേരി പോയിട്ട് ഈ സാധനം കൊണ്ടുവരാന്ന് പറയുന്നത് തിരൂർ പോയി സാധനം എടുക്കുന്നതിനൊക്കെ അതിന്റെ ഇരട്ടി ചെലവായിരിക്കും എനിക്കുണ്ടാവുക. പക്ഷെ ഞാൻ ഇന്ന് മഞ്ചേരി പോയിട്ട് അതേ നൗഫൽ ഭായ് എവിടുന്ന് സാധനം വാങ്ങിക്കുന്നത് അതേ കടയിൽ പോയി അവിടെ നിന്ന് ആ കടയിൽ നിന്ന് ഞാൻ നൗഫൽ ഭായിനെ വിളിച്ച് ആ കടക്കാരനായിട്ട് സംസാരിച്ച് നൗഫൽ ഭായ് ആ കടക്കാരനായിട്ട് സംസാരിച്ച് പറഞ്ഞു എനിക്ക് തരുന്നത് അതേ ക്വാളിറ്റി സാധനം ഇദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കടക്കാരൻ എനിക്ക് നൗഫൽ ഭായ് കൊണ്ടിരിക്കുന്ന അതേ ക്വാളിറ്റി സാധനം ഞാൻ വാങ്ങിച്ച് പോന്നു. ആ കൈത്തീറ്റ ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും ആ കടയിൽ നിന്ന് ഫുള്ള് വാങ്ങിച്ച് ഞാൻ ഇന്നിവിടെ വന്നു. അപ്പൊ ഞാനത് എന്തിനാ ചെയ്തതെന്ന് വെച്ചെങ്കിൽ എനിക്ക് മനസ്സിലാക്കണം എന്താണ് നൗഫൽ ഭായ് കൊടുക്കുന്ന സാധനങ്ങൾ എന്താണ്, അതിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ മണം എന്താണ്, അതിന്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ രുചിച്ച് നോക്കിയാൽ അതിന്റെ രുചി എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഇപ്പൊ കടലപ്പിണ്ണാക്ക്, എള്ളും പിണ്ണാക്കും തേങ്ങപ്പിണ്ണാക്കും ഒക്കെ അദ്ദേഹം അവിടുന്ന് വാങ്ങിക്കുന്നു, അതിന്റെ രുചി ഞാൻ നോക്കി മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ എനിക്കറിയാം ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും, കാരണം എനിക്കിത് ഈ സാധനങ്ങളെല്ലാം എനിക്ക് കോട്ടക്കൽ എന്നുള്ള സ്ഥലത്ത് കിട്ടും, ഇതിനടുത്ത് തന്നെ, എനിക്ക് ഇവിടുന്ന് അടുത്താണത്. പക്ഷെ ഞാൻ ആദ്യമേ അവിടെ പോയിട്ട് ഈ സാധനം വാങ്ങിച്ചിട്ട്, കാരണം നൗഫൽ ഭായ് അവിടെ നിന്നല്ല വാങ്ങിക്കുന്നത്, എനിക്ക് ആ ക്വാളിറ്റി എന്താണെന്നുള്ളത് നൗഫൽ ഭായിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നൗഫൽ ഭായ് വാങ്ങിച്ച് കടയിൽ പോയിട്ട് ഞാൻ അതിന്റെ ക്വാളിറ്റി നോക്കി ഞാനത് വാങ്ങിച്ച് ഇനി എനിക്ക് കോട്ടക്കലിൽ പോയിട്ട് അതിന്റെ ഒരു സാമ്പിൾ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ എനിക്കറിയാം, കമ്പയർ ചെയ്യാൻ പറ്റും ഇപ്പൊ എന്റെ കയ്യിലുള്ള സാധനത്തിന്റെ ക്വാളിറ്റിയാണ് അവിടെ ഉള്ളത്. അത് കറക്റ്റ് ആണെങ്കിൽ എനിക്ക് പിന്നീട് കോട്ടക്കലിൽ പോയിട്ട് വാങ്ങിച്ചാൽ മതി ഈ സാധനങ്ങൾ. പിന്നെ അദ്ദേഹം കൊടുക്കുന്ന മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നൗഫൽ ഭായിയുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഒരു കാര്യത്തിലോട്ട് മാറുകയാണെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം മാറുക. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാനൊന്ന് ഒരാളിത് മാറി എന്ന് പറഞ്ഞിട്ട് മാറാനൊന്ന് പറയാനോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരു കാര്യം ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രൊസീജിയറിൽ നിന്ന് മാറി വേറൊരു കാര്യം ചെയ്യുമ്പോൾ ആരാണത് ചെയ്യുന്നത് അത് അയാളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം മനസ്സിലാക്കി അതിനുശേഷം മാത്രം നമ്മൾ അതിലോട്ട് മാറുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ആരാണ് വിജയിച്ച് നിൽക്കുന്നത്, ആ ഒരു സംഭവത്തിൽ വിജയിച്ച് നിൽക്കുന്നത് അയാളുടെ അതേ വിജയം മറ്റൊരാൾക്ക് കൈവരണമെന്നില്ല. ഇപ്പൊ പ്രസന്റിൽ ഇപ്പൊ എനിക്കും അറിയാം, ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നത് അതേ രീതിയിൽ അല്ലെങ്കിൽ നൗഫൽ ഭായിക്ക് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എനിക്ക് ചിലപ്പോൾ വന്നോളണമെന്നില്ല. ആദ്യത്തെ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ വന്നോളണമെന്നില്ല. പിന്നെ അതിൽ എന്താണ് പോരായ്മ എന്ന് മനസ്സിലാക്കി അത് തിരുത്തിയാൽ മാത്രമേ അത് ആ രീതിയിലേക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ ഈ റിസ്കുകളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് അതിന് ശേഷം മാറുക. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതിൽ പരാജയം വരാൻ സാധ്യതയുണ്ട്. പിന്നെ അത് ഒരാൾ കൊടുത്തത് കൊണ്ട് എനിക്ക് കൊടുത്തു അത് ശരിയായില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലാത്തൊരു കാര്യം വരും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് മാറുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനുശേഷം മാത്രം മാറാൻ ശ്രമിക്കുക എന്നൊരു റിക്വസ്റ്റ് എന്റെ ഭാഗത്തുനിന്നുണ്ട്. ഞാനിപ്പോ ഇത് പറഞ്ഞതിന്റെ കാര്യം ഇതുകൊണ്ടാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, അതിനുശേഷം മാത്രമാണ് ഞാനൊരു സംഭവത്തിലേക്ക് മാറുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇതിനു മുന്നേ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വരുന്നതിന് മുന്നെയാണ് ഞാൻ കഞ്ഞി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മിഗ്ദ സാറുടെ കയ്യിൽ നിന്ന് ഇതെങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തത്. അന്ന് ഈ ഗ്രൂപ്പ് ഇല്ല, അതിന് മുന്നേ തന്നെ ഞാൻ ഗ്രൂപ്പ് ഒക്ടോബറിലാണ് തുടങ്ങിയത്. അതിന് മുന്നേ ഞാൻ കഞ്ഞി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ കഞ്ഞി കൊടുക്കുന്നത് അന്ന് ആദ്യം ഞാൻ കഞ്ഞിയിൽ പെല്ലറ്റ് മാത്രം ഇട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നൗഫൽ ഭായ് വന്നിട്ട് കണ്ടപ്പോൾ നൗഫൽ ഭായ് പറഞ്ഞു എന്നോട് അതിനകത്ത് കുറച്ച് ചോളത്തവിടും അരിമീൻ ഫോട്ടും ചേർത്ത് കൊടുക്കാൻ. അപ്പൊ അതിന്റെ റിസൾട്ട് വേറെയാണ്. ആ കൊടുത്തപ്പോൾ എനിക്ക് അതിന്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് തന്നെ കണ്ടു തുടങ്ങി. അപ്പൊ ഞാനത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറയുകയും ചെയ്തു, ഇങ്ങനെ നൗഫൽ ഭായ് വന്നതിന് ശേഷം എനിക്ക് അത്
ഞാൻ ഗ്രൂപ്പിനകത്ത് പറഞ്ഞു ഞാൻ എന്താണ് മാറ്റങ്ങൾ വരുത്തിക്കുന്നത്, അതും പറഞ്ഞു. ആദ്യം പറഞ്ഞ കാരണം നമ്മളൊരു കാര്യം ഒരാളോട് ഒരു ഗ്രൂപ്പിനകത്ത് പ്രസന്റ് ചെയ്തപ്പോൾ അതിനകത്ത് മാറ്റം വരുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനകത്ത് പിന്നീട് അതിന് എന്തെങ്കിലും മാറ്റം ചെയ്യുമ്പോൾ അത് നമ്മൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന അതേ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സക്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾ ചെയ്യുന്നത് വേറെ ആണെങ്കിൽ അതിൽ കാര്യമില്ല. ഇപ്പൊ രണ്ടാമത് ലാസ്റ്റ് ഒരു വീഡിയോ കിട്ടു, അപ്പൊ അതിനകത്ത് ഞാൻ കൈത്തീറ്റയിലോട്ട് മാറാനുള്ള ഒരു ചാൻസ് വന്നപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തേങ്ങാപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും അതിനകത്ത് ആഡ് ചെയ്ത് നോക്കിയത്. അപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിദ്യാസാറ് ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് മാറുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയതിനു ശേഷം മാത്രം മാറുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചടികൾ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മാറ്റങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. താങ്ക് യു. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയ മെമ്പറാണ്, അടിവാരത്ത് നിന്നും സജിന. അത് ഞാൻ 3 ദിവസം മുമ്പാണ് ഒരു യൂണിറ്റ് മുകളിലെ കൊണ്ടുവന്നത്. സാറ് പറഞ്ഞ പോലെ ഗ്ലൂക്കോസുകളിലൊക്കെ കൊടുത്തു. പ്രശ്നമൊന്നുമില്ല, ആർക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാരും എല്ലാ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഒരു 10 ലിറ്റർ വെള്ളത്തിന് 1 സ്പൂൺ ആ പൊടി കലക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ ഞാനത് കൊടുത്തു. ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കൊടുത്തു. അപ്പൊ ഒരു 5 ലിറ്ററോളം അവർ കുടിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയാ, വെള്ളം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. പൊടിയൊക്കെ അടിയിൽ ഇങ്ങനെ ഊറിക്കെടുക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതങ്ങനെയാണോ? അത് ഞാൻ നല്ല മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഇനി അതിന്റെ പോരായ്മ ആണോ എന്നൊരു ഡൗട്ട്, അതുകൊണ്ട് ഒന്ന് ചോദിച്ചു മാത്രം. സജിന നമസ്കാരം. കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെയാണ് വരിക. നമ്മൾ കലക്കി കൊടുക്കുന്ന സമയത്ത് അത് നല്ലൊരു വെള്ള കളർ പോലെ തോന്നും, വെള്ളം ഫുള്ള്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞെങ്കിൽ അത് അതിന്റെ കണ്ടൻസ് മുഴുവൻ അടിയിൽ പോയിരിക്കും. പക്ഷെ അതിന്റെ ഗുണം ആ വെള്ളത്തിൽ ഉണ്ടായിരിക്കും. നിങ്ങള് പിന്നെ അതും ഒരു ദിവസം ഫുള്ള് ആ വെള്ളം അത് കഴിഞ്ഞു അല്ലെങ്കിൽ പകുതി ഭാഗമായി, അപ്പൊ അതിനകത്ത് കുറച്ചുകൂടി ആ വെള്ളം ആഡ് ചെയ്യുമ്പോൾ വീണ്ടും അത് കലങ്ങി വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു കുഴപ്പമുള്ള കേസല്ല, അത് അങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറ്. ഈ ഒവിറ്റ വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കുറച്ച് കഴിഞ്ഞെങ്കിൽ അതിന്റെ അതൊരു പൊടി താഴത്ത് ഊറുന്ന പോലെ ഉണ്ടായിരിക്കും. സാധാരണയാണത്. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിദ്ദീഖ് പെരുമ്പാവൂർ. നൗഫൽ ബായുടെ വോയിസും ജാൻസി മാഡത്തിന്റെ വോയിസും എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവരെ അഡ്രസ് ഗ്രൂപ്പില് സെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും സെൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്താണ് ഇവര് സെൻഡ് ചെയ്യാതിരുന്നെന്ന് അറിയില്ല. അവര് വലിയ കാര്യമാക്കി കാണില്ല ചിലപ്പോ. ഇതില് ഗ്രൂപ്പില് പുതിയതായിട്ട് വന്ന മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അവരതിന് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവരും മൈൻഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന്റെ അവസ്ഥ തന്നെ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് എന്നെ പോലെ ഉള്ള പുതിയ കർഷകര് അവർക്കൊക്കെ വളരെ ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. അത് പുതിയ എല്ലാ മെമ്പേഴ്സും ഒന്ന് മനസ്സിലാക്കാൻ നന്നായിരിക്കും. ഇനി ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ ഇടവരരുത്. ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇപ്പൊ മിദ്ദസാറ് പറഞ്ഞാല് എല്ലാവരും ഒരു മുയലാവണം, എന്നാലാണ് മുയലിനെ വളർത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞവര് എല്ലാവരും മുയലായി പോയി കാണും. അതുകൊണ്ടായിരിക്കും ആരും അഡ്രസ്സ് സെൻഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഇതുപോലെ എനിക്ക് ഗ്രൂപ്പ് കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഞാൻ തന്നെ നെസ്റ്റ് ബോക്സ് ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൽ പറഞ്ഞ ഒരു അരയിഞ്ച് കനത്തിലുള്ള വലയം കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. നൗഫൽ ബായുടെ ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ നെസ്റ്റ് ബോക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് പുതിയ നെസ്റ്റ് ബോക്സ് നൗഫൽ ബായ് പറഞ്ഞ കണ്ടീഷനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയ നെസ്റ്റ് ബോക്സിൽ ഈ പറഞ്ഞ അതിന്റെ അരിപ്പയുടെ ഷാർപ്പ്നെസ് ഒക്കെ പുറത്തേക്ക് തള്ളി നിൽക്കണ്ടായിരുന്നു. പരമാവധി അതൊക്കെ മടക്കി വെച്ചിട്ടും അത്ര സക്സസ് അല്ലാന്ന് തോന്നി. അപ്പോ വളരെ അശ്രദ്ധമായിട്ടാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു 3/4 ഇഞ്ച് ഏകദേശം 1 ഇഞ്ച് കനത്തിലുള്ള നെസ്റ്റ് ബോക്സ് ഉണ്ടാക്കി അടിയിലെ അരിപ്പ അലൂമിനിയത്തിന്റെ തന്നെ അരിപ്പ വാങ്ങിച്ചിട്ട് ഞാൻ ഇന്നലെ അടിച്ചെല്ലാം ക്ലിയർ ആക്കി വച്ചിരുന്നു. പിന്നെ എന്റെ ഷെഡിന്റെ കുറച്ച് പ്രശ്നങ്ങളോടെ തീർക്കാനുണ്ട്. ഹൈറ്റ് കൂടുതലാണ് കല്ല് കെട്ടി വെച്ചിരുന്നത്.
അപ്പൊ അത് കല്ലിനേക്കാളും ഒരടി കൂടെ അരടി പൊക്കിയാണ് ഞാനിപ്പോ കൂട് വെച്ചിരിക്കുന്നത്. മുകളിൽ എന്റെ ഷെഡിന്റെ 2 ലെയർ ഓലയാണ്. അപ്പൊ ചൂടിന്റെ പ്രശ്നം അങ്ങനെ കാണുന്നില്ല. പിന്നെ മഴ പെയ്താൽ തന്നെ 1-2 തുള്ളി വെള്ളം അകത്തേക്ക് ചാടുള്ളൂ. പിന്നെ അതിന്റെ മുകളിൽ ഷീറ്റും കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഫാം ഇൻസ്പെക്ഷന് വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശ ഭാഗങ്ങൾ എനിക്ക് ക്ലിയർ ആക്കി വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് വേറെ ജോലിയുള്ളതാണ്. അപ്പൊ ഇനി ഇവര് വന്നതിന് ശേഷമാണ് ഇനി ഇതിന്റെ നെഗറ്റീവ് പോയിന്റ് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പുതിയ ആളുകൾക്ക് ഈ ഗ്രൂപ്പും സലീം ഭായിയുടെയും നൗഫൽ ഭായിയുടെയും സുരേഷ് ഭായിയുടെയും ഒക്കെ വോയിസ് ഒക്കെ വളരെ ഉപകാരം ആണ്. കാരണം ഞാന് മുയലിനെ കൊന്നിട്ട് തന്നെ ഇപ്പൊ കുറച്ച് അധികമായി. പക്ഷെ എപ്പോഴും സാറിന് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എപ്പോഴും വിളിക്കാതിരുന്നത്. പിന്നെ ഈ ഗ്രൂപ്പ് വന്നപ്പോ എല്ലാ കാര്യവും ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ച് ഇത് ആർക്കും തന്നെ ഇതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നമ്മുടെ ഗ്രൂപ്പില് ഇനിയും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്ന നിലക്ക് മുൻകൂട്ടി കണ്ട് ഏതാനും ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. മുയലിനെ കഴിച്ചിട്ടാണ് ഇവിടെ നാം കൊടുക്കുന്ന പല്ലറ്റ്, ഗോദ്രേജിന്റെ പല്ലറ്റ്. പൊതുവെ ഇവിടെ ഗ്രൂപ്പിൽ നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്ന സംഭവം അല്ലെങ്കിൽ അതിനെ കുറിച്ച് വിലയിരുത്താൻ താല്പര്യപ്പെടുകയാണ്. പല്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഗോദ്രേജിന്റെ പല്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ പല്ലറ്റ് ഘട്ടിലെത്തി കഴിഞ്ഞാൽ അത് ചേർക്കും. അതിനുവേണ്ടി കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും എന്നുള്ള ഏകദേശ ധാരണ. കയറ്റിച്ചാണെങ്കിൽ പുറത്തുനിന്ന് നിന്നാൽ അതിൽ വെള്ളം നനക്കും, പൊതരും, പിന്നീട് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ധാരണ. ഈ ഒരു ധാരണയിലെ ഗ്രൂപ്പ് എത്തിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി കണ്ട് ചില കാര്യങ്ങൾ പറയുന്നത്. നാം മുയലിന് കൊടുക്കുന്ന തീറ്റ അതിവിടെ ഇനി മികച്ച കയറ്റിട്ടാണെന്ന് വിചാരിക്കുക. നിലവിൽ നാം ഗ്രൂപ്പിൽ എത്തിയിരിക്കുന്ന അവസ്ഥയിൽ മികച്ച കയറ്റിട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ വെള്ളത്തിട്ട് പുതിർന്നിട്ടുള്ള നല്ല ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഏറ്റവും നല്ല തീറ്റയാണെങ്കിൽ തന്നെ ഈ തീറ്റ നാം മുയലിന് കൊടുക്കുമ്പോൾ മുയലിന് അത് ഇഷ്ടപ്പെടും. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മുയലിന്റെ ശരീരത്തില് അതിന്റെ പാങ്ക്രിയാസും അതുപോലെ തന്നെ ആമാശയും അതിനു വേണ്ട ദഹനരസവും ആസിഡ് ഉൽപ്പാദിപ്പിക്കും. മുയലിന് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. മുയൽ വീണ്ടും കഴിക്കാൻ താല്പര്യം കാണിക്കും. മുകളിലെ വോയിസില് ഇവിടെ നൗഫൽ ഭായി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ദയ മുയലിന് കൂടുതൽ കൊടുക്കാനുള്ള ഒരു പോരായ്മ കൊണ്ട് നാം തന്നെയാണ് മുയലിനെ മരണത്തിലേക്ക് നയിക്കുന്നുള്ള ആ കാഴ്ചപ്പാട് അത് അണ്ടർലൈൻ ചെയ്താണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതായത് മുയലിന് കുറച്ച് കൂടുതൽ തീറ്റ കൊടുക്കുന്നത് സംഭവിച്ചാല് മുയലിന് കൂടുതലായിട്ട് ആമാശയും അതിന്റെ പാങ്ക്രിയാസും പ്രവർത്തിക്കും. അപ്പൊ കൂടുതലായിട്ട് ദഹനം നടക്കുന്നതിന് കൂടുതൽ താല്പര്യമാവും. അങ്ങനെ അതിന്റെ ആമാശയത്തിൽ വികസിക്കും. അതുപോലെ തന്നെ ഭക്ഷണം ഡൈജഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്നു, കഴിക്കുന്നു, അതിന് ഗ്രോത്ത് ഉണ്ടാകുന്ന രൂപത്തിൽ ചിന്തിക്കുക. പക്ഷെ അതോടൊപ്പം നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് രണ്ടെണ്ണമാണ്. ഒന്ന്, കൂടുതലായിട്ട് ഫുഡ് കൊടുക്കുന്നു എന്നത്. രണ്ടാമത്, അതിനോട് ബന്ധപ്പെട്ട റേഷ്യോയിൽ വെള്ളം കൊടുക്കുന്നുണ്ട് എന്ന കാര്യം. അതിന്റെ കാര്യം പറയാനുള്ള കാരണം, ഈ മുയലിന്റെ ശരീരത്തിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ചെറുകുടലിൽ നിന്നും അതിന്റെ വൻകുടലിന്റെ ഭാഗത്തു നിന്നും കൂടുതലായിട്ട് ആ വെള്ളം ബോഡി അബ്സോർബ് ചെയ്യും. അതിലുള്ള വെള്ളവും ഇലക്ട്രോലൈറ്റും ബോഡി ആഗിരണം ചെയ്യും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ മുയലിന്റെ ശരീരത്തിലെ ഈ ഗട്ടിന്റെ ഓരോ ഭാഗത്തുള്ള സെൽ വാളും അതിന്റെ മെക്കാനിസം ഡീറ്റെയിൽ ആയി പഠിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് മനസ്സിലാവും. അതത്ര ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യം പഠിക്കാത്തതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് ബോധമില്ലാത്തതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് മുയലിന്റെ ശരീരത്തിൽ വേണ്ടത്ര ജലമില്ല എന്നുണ്ടെങ്കിൽ ബോഡിയില് ബ്ലഡിൽ വെള്ളം വേണം. വെള്ളം എത്തിക്കുന്നത് ബ്ലഡിലൂടെയാണ്. അപ്പൊ ബ്ലഡിലെല്ലാ കണ്ടന്റും വേണം. വേണ്ടത്ര ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിച്ചെടുക്കും. അതായത് എപ്പോഴാണ് നാം കൊടുക്കുന്നതിലൂടെ വലിച്ചെടുക്കും. ഓൾറെഡി ബോഡിയിൽ വെള്ളമില്ല എങ്കിൽ ആ ഫീഡിലൂടെ കൊടുക്കുകയാണെങ്കിൽ ഫീഡിലുള്ള വെള്ളം എന്ന ശരീരം വലിച്ചെടുക്കും. അതായത് ഈ കുടലിനകത്തുള്ള കോശങ്ങൾ അതിന്റെ മെക്കാനിസത്തിലൂടെ വലിച്ചെടുക്കും. ആ വലിച്ചെടുക്കുമ്പോൾ ഫീഡിൽ വെള്ളം ഇല്ലാതായി മാറും. അങ്ങനെ വെള്ളം ഇല്ലാതായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആവുമ്പോൾ അവിടെ അങ്ങനെ അടിഞ്ഞുകൂടി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അടിഞ്ഞുകൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ റാബിറ്റ് അറിയുന്നില്ല റാബിറ്റിന്റെ ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തി എന്താണെന്നുള്ളത്. അതുകൊണ്ട് നിരന്തരം അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കൊടുക്കും. അത് അടിഞ്ഞുകൂടി കുറെ കഴിയുമ്പോൾ അത് ഗട്ട് ഡിസീസ് ആവും.
അങ്ങനെ വരുന്ന ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യണമെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യാനുള്ള പശ്ചാത്തലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യുള്ളൂ. യൂറോപ്പിൽ എല്ലാവർക്കും നമസ്കാരം. നോഫൽ ഭായിന്റെ ഈ വോയിസിനെ തുടർന്നാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫീഡിന്റെ കൂടെ വേണ്ടത്ര വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെള്ളം കുടിക്കാൻ കൊടുക്കാനുള്ള വെള്ളം കുടിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. അത് പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യം, പുല്ല് കൊടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പുല്ലോ വൈക്കോലോ കൊടുക്കുകയാണെങ്കിൽ, ഫൈബർ കണ്ടന്റ് ലഭിക്കുകയാണെങ്കിൽ, വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങളായി, സൊല്യൂഷൻസായി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ കയറ്റത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ തീറ്റയിലെ മാറ്റങ്ങളെ പിന്നാലെ ഓടുമ്പോൾ ബേസിക്കായിട്ട് നാം പാലിക്കേണ്ട സംഗതികൾ വെള്ളം കുടിപ്പിക്കുക, അതുപോലെ തന്നെ പുല്ല് കൊടുക്കുക, വൈക്കോല് കൊടുക്കുക, ഈ കാര്യം ശ്രദ്ധിക്കണം. സാധിക്കുകയാണെങ്കിൽ വെള്ളത്തിൽ ഇത്തിരി ശർക്കര കലക്കി കൊടുക്കുക, ഇത്തിരി അതിന് മധുരം താല്പര്യം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് ഗുണം ചെയ്യും. ഇതോടെ മനസ്സിലാക്കാനുള്ളത്, തീറ്റ തയ്യാറാക്കുമ്പോൾ ഇവിടെ ഗ്രൂപ്പിൽ പങ്കുവച്ച വിവരമനുസരിച്ച് നല്ല തീറ്റയാണ് എങ്കിൽ മുയൽ 10-15 മിനിറ്റ് കൊണ്ട് തിന്ന് കാലിയാക്കും. സാധിക്കുകയാണെങ്കിൽ മുയൽ ഭക്ഷണം കഴിക്കുന്ന സമയം നമ്മുടെ നോക്കി നിൽക്കണം എന്നുള്ളതിനാണ്. അത് പ്രത്യേകിച്ചും തുടക്കത്തിൽ ഒരു 2-3-4 മാസത്തിനുള്ള ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മുയല് ഭക്ഷണം ഏതൊക്കെ മുയലാണ് കഴിക്കുന്നത്, ആർക്കൊക്കെ കിട്ടാത്ത ഇൻഡിവിജ്വൽ ശ്രദ്ധിക്കുക. ഒന്നും വലിയ ഭാരമായിട്ട് കാണേണ്ട കാര്യമില്ല. തുടക്കത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇവിടെ നാം മുയലിന്റെ ഈ തീറ്റയിൽ കൈത്തീറ്റയിൽ വിചാരിക്കുന്ന ഒരു വെള്ളം നടക്കുമ്പോൾ കുതിർന്നു വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, മില്യൺ കണക്കിന് ബാക്ടീരിയകളുണ്ട് എല്ലായിടത്തും. ഒരു സ്പൂൺ മണ്ണെടുത്താൽ മില്യൺ കണക്കിന് ബാക്ടീരിയ ഉണ്ട്. അതുപോലെ എല്ലായിടത്തും ബാക്ടീരിയ ഉണ്ടാവും. അപ്പൊ ഈർപ്പം ലഭിക്കുമ്പോൾ ഡോർമന്റ് സ്റ്റാറ്റസിലുള്ള, അത് ഉറങ്ങി കിടക്കുന്ന ബാക്ടീരിയ ആക്റ്റീവ് ആകും. നമ്മൾ EM സൊല്യൂഷൻ ഒക്കെ തന്നെ ആക്റ്റീവ് ചെയ്യുന്ന രോഗത്തിന് ഇത് ആക്റ്റീവേറ്റ് ചെയ്യുന്ന വെള്ളം നടക്കുമ്പോൾ, പിന്നീട് അത് 20 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ബാക്ടീരിയയും അതിങ്ങനെ മക്കളായിട്ട് പെരുകിക്കൊണ്ടേയിരിക്കുക ചെയ്യുക. അത് തീറ്റയിൽ തിന്നാതെ പുറത്ത് കിടക്കണമെങ്കിൽ അവിടെയാണ് ബാക്ടീരിയ പെരുകുക. അങ്ങനെ അവിടെ പെരുകി ഉണ്ടായി വരുമ്പോൾ അത് ടോക്സിക്കായി പോയിസനായിട്ട് രൂപം പ്രാപിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ പ്രിപ്പയർ ചെയ്ത ഫുഡ് അകത്തായി മാറും. പിന്നീട് അകത്തായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 4 മണിക്കൂറിനകം തിന്ന ഭക്ഷണം അത് ഫീക്കൽ മാറ്ററായി പോലെ 4 മണിക്കൂർ മതി തിന്ന ഭക്ഷണം ഉള്ളിലൂടെ. അപ്പൊ കണ്ടിന്യൂസ് ഓരോരോ പ്രോസസ്സിലൂടെ നടന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ എവിടെയും നമ്മൾ കാര്യമില്ലാതെ വായുസമ്പർക്കം ഉണ്ടാക്കാനുള്ള സാവകാശം നൽകാതിരിക്കുക. ശരീരത്തിന്റെ ജലത്തിന്റെ കുറവുണ്ടെങ്കിൽ ശരീരം ലഭ്യമാകുന്ന ഫുഡിലുള്ള വാട്ടർ കണ്ടന്റ് വലിച്ചെടുക്കാനാണ് നോക്കുക. അതാണ് ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള വശം. ഞാൻ കൊടുക്കുന്ന തീറ്റയിൽ അതിലെത്തിരി വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചൊന്നും കാര്യമില്ല. ഓമിനിയെങ്കിൽ ഈ ഫോട്ടോ ഇവിടെ ഷെയർ ചെയ്തതിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഓമിനി ഗ്രന്ഥിയിൽ എന്തുമാത്രം വെള്ളം ഉണ്ടാവും. അതൊരു ആമാശത്തിനകത്ത് കുഴക്ക് മിക്സ് ആക്കുന്ന പരിപാടിയാണ്. അത് മിക്സ് ആക്കണമെങ്കിൽ അതിന് വെള്ളം വേണ്ടേ, അതിന് വെള്ളം മിക്സ് ആക്കും. അപ്പൊ അതിനകത്ത് ആ കരളിൽ നിന്ന് വരുന്ന ദഹനരസവും അതുപോലെ ആ പാങ്ക്രിയാസ് കാണുന്നുണ്ടായിരിക്കും. പാങ്ക്രിയാസിൽ നിന്ന് ലഭിക്കുന്ന ഈ എൻസൈമുകളും വരുന്നു. പിന്നീടുള്ള അത് കുഴച്ച് ക്രീമിയാക്കിയിട്ടാണ് ചെറുകുടലിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. ആ പാസ് ചെയ്ത് പോകുന്നതിന് അതിലുള്ള വാട്ടർ കണ്ടന്റ് പുറത്തേക്ക് ആവശ്യത്തിന് ബോഡി വലിച്ചെടുക്കും. പിന്നീട് അപ്പുറത്ത് സീക്കം എന്നുള്ള വലിയ ഭാഗം വേറെ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. സീക്കത്തിന് അത് നാം ഈ പല്ലറ്റ് കൊടുക്കാൻ ഇരിക്കുക. അതിലുള്ള യൂറിയ കണ്ടന്റ് കമ്പനി ചേർക്കുന്നുണ്ട്. ഇവിടെ ഗോദ്രേജ് അവർക്ക് എത്ര ചേർക്കണം. ആ യൂറിയ കണ്ടന്റ് യൂറിയയിൽ 46% നൈട്രജൻ കണ്ടന്റ് എന്നുള്ളത് അവിടെയുള്ള സൂക്ഷ്മാണുക്കള് അത് ഉപയോഗിക്കുകയും അതിനെ കൺവേർട്ട് ചെയ്ത് മാംസമായിട്ട് മാറ്റാൻ അവർക്ക് കഴിയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത്ര വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ടോക്സിക്കായി മാറുകയാണ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മുയലിന് ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യരെ പോലെ തന്നെ ഭക്ഷണത്തോട് താല്പര്യം അവർ കഴിച്ചുകൊണ്ടേയിരിക്കും. അതിന് ആക്ര എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ നല്ലത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. അതിന് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുണ്ടാവാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന ദോഷം മാത്രമല്ല, നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് ഈ ഹെയർ ബോൾ ആണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതിന്റെ ഉള്ളിൽ വല്ല അബ്സസ് ഉണ്ടായതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമാണോ, വേറെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ ഒരുപാട് സംശയം ആശങ്ക ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഉള്ളിൽ ഉള്ള സംഭവം നമുക്ക് പുറത്തറിയാത്തതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ധാരണയിൽ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ആ ഒരു ധാരണയോട് കൂടി നമ്മൾ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആശയങ്ങൾക്ക് ഒരുപാട് സങ്കീർണ പ്രശ്നങ്ങളും പിന്നീട് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. മുയലിന്റെ ദഹന വ്യവസ്ഥയും രോഗപ്രതിരോധ സംവിധാനം എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം ഗ്രൂപ്പിൽ പലതവണ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുയലിന്റെ ദഹന വ്യവസ്ഥ ശരിയാവണമെങ്കിൽ അതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം വേണ്ടത്ര വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്.
അതോടൊപ്പം തന്നെ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ നാം മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ അതിന് തയ്യാറാക്കുന്ന ഫുഡ് വളരെ വൃത്തിയുള്ളതും അതുപോലെ ഏറ്റവും നല്ല രൂപത്തിൽ റാബിറ്റിന് അതിന്റെ ചേഞ്ച് ഓവർ പീരീഡ് പാലിച്ചുകൊണ്ട് അതിന് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രോബയോട്ടിക്കിന്റെ ലഭ്യത, നേച്ചുറലായിട്ട് പ്രോബയോട്ടിക് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ചെമ്പരത്തി, കുറുന്തോട്ടി പോലുള്ളതൊക്കെ കൊടുക്കാവുന്നതാണ്. ഈ ഇലകൾ വേണ്ടത്ര കൊടുക്കണം. അതോടൊപ്പം തന്നെ വൈക്കോല് കൊടുക്കുകയാണെങ്കിലും ദേഹത്തിന് ഫൈബർ കണ്ടന്റ് നല്ലതാണ്. ഫൈബർ കണ്ടന്റ് സംബന്ധിച്ച് വിശദമായിട്ട് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. ഫൈബർ കണ്ടന്റ് എന്നല്ല, ഏതാണ്ട് പ്രോട്ടീനെ കുറിച്ചിട്ടും വൈറ്റമിന്, മിനറൽസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ഓരോന്നിന്റെ പ്രവർത്തനം എങ്ങനെയാണ് വിശദമായിട്ട് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തിനും മുയല് ഭക്ഷണം എടുക്കുന്നില്ലെങ്കിലും അതുപോലെ മുയലിന് തുമ്മലും ചീറ്റിലുണ്ടെങ്കിലും എല്ലാറ്റിനും വെളുത്തുള്ളിയും ഇഞ്ചും സമാസം എടുത്തിട്ട് വെള്ളത്തിൽ മിക്സായി കൊടുക്കാനുള്ള രീതി ശരിയല്ല. ഇവിടെ ആപ്പിൾ വിനാഗറിന്റെ ഫോട്ടോകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ശർക്കര, വൈക്കോല്, പുല്ല്, വെള്ളം എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ദഹന പ്രക്രിയയിൽ ഏതാണ് ഓപ്ഷൻ നാം ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദഹന പ്രക്രിയ ശരിയാവണമെങ്കിൽ ആദ്യം ഈ പറഞ്ഞ മരുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നാം ചെയ്യേണ്ടത് വേണ്ടത്ര വെള്ളം ബൗള് ലഭ്യമാക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിപ്പിക്കുന്ന ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലെത്തിരി ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. ശർക്കര സ്വാഭാവിക ദഹന പ്രക്രിയയെ സഹായിക്കും. സർവോപരി ഈ റാബിറ്റ് ഫാമിൽ ഒരു താളം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ചെറിയ ഫീഡിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ ഫാമിംഗ് സിസ്റ്റവും വികസിപ്പിച്ചെടുത്ത് ആ ഒരു സന്തുലിതാവസ്ഥ അതായത് ഒരു താളം അവനാണ് നമ്മൾ കൃഷിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ട്രാക്കിലേക്ക് എത്തി വരിക എന്നുള്ളതാണ്. എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമായിരിക്കും. എത്തിക്കഴിഞ്ഞാൽ ആ ട്രാക്കിലൂടെ മുന്നോട്ട് പോവുക, പിന്നീട് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താതിരിക്കുക. എന്തെങ്കിലും പരാജയം വരികയാണെങ്കിൽ അതിനുള്ള അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കുക. നേരത്തെ ഇന്നലെ മുതൽ നാം സംസാരിക്കുന്ന ഫാം വിസിറ്റുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ വളരെ ഗൗരവത്തിൽ കാണാം. ഗ്രൂപ്പിലെ ഓരോ വോയിസും ഓരോ ചർച്ചയും ഓരോന്നും ഗൗരവത്തിൽ കാണാം. ഇത് ഇവിടെ ഞാൻ സലീം എന്നുള്ള എന്റെ വോയിസ് കേൾക്കണ്ട, വേണം കേട്ടാൽ മതി എന്നൊന്നും ഞാൻ പറയില്ല. ആധികാരികമായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് കേൾക്കണം എന്ന് ഞാൻ തന്നെ പറയുന്നത്. അതുപോലെ എല്ലാവരുടെ വോയിസും കേൾക്കണം. പിന്നെ ഗ്രൂപ്പിനകത്ത് ഇന്നലെ എന്റെ വോയിസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്താണ്. ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആർക്കാണോ എന്താണോ അറിയുന്നത് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, അറിയാത്തവര് അത് ഉൾക്കൊള്ളുക. അത് എന്നും ഒരേ വിഭാഗം ആളുകൾ പറഞ്ഞു കൊടുക്കാനോ മറ്റൊരു വിഭാഗം കേൾക്കാനോ വിധിക്കപ്പെട്ടവരല്ല. എല്ലാവർക്കും മുന്നിൽ അത് ഗ്രൂപ്പിൽ കാര്യങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം, സ്വന്തം ഫാമിന്റെ അകത്ത് നിന്നുകൊണ്ട് സ്വന്തം ഫാമിംഗ് രീതിയിൽ മാത്രം ചിന്തിക്കാതെ ഗ്രൂപ്പിലെ വിഷയം പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഗ്രൂപ്പിലെ ഫാമേഴ്സിന്റെ ഫാമിംഗ് രീതിയെ ഉൾക്കൊണ്ടുകൊണ്ട് അവരിലേക്ക് മാറ്റം കൊണ്ടുവരണം എന്ന നിലക്കാണ് ഗ്രൂപ്പിലെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഗ്രൂപ്പിൽ ഒരു വ്യക്തി സ്വന്തം അനുഭവം പ്രസന്റ് ചെയ്യുന്നത് മറ്റൊന്ന് ഗ്രൂപ്പിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഗ്രൂപ്പിലെ മൊത്തം കർഷകരുടെ മാനസികാവസ്ഥയും ഇവരെ മുന്നോട്ട് നയിക്കേണ്ടതും നിലവിലുള്ള പോരായ്മകളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഗ്രൂപ്പിൽ സംസാരിക്കേണ്ടത്. അതായത് ഗട്ടിനകത്തുള്ള ബാക്ടീരിയകളെ, ദഹനപ്രക്രിയയിൽ പങ്കെടുക്കുന്ന ബാക്ടീരിയകൾക്ക് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അവരുടെ ഒരു ബ്രീഡിംഗ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഇൻക്യുബേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ശർക്കര വെള്ളം കൊടുക്കുന്നത്. അതിന് പക്ഷാമൃതം കൊടുത്ത റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്പോറായിട്ട് കഴിയുന്ന ഡോർമെന്റ് സ്റ്റാറ്റസിൽ ഉറങ്ങിക്കിടക്കുന്ന ബാക്ടീരിയകളെ അവിടെ കൊണ്ടുവന്ന് വിഘടിപ്പിക്കുന്നു. കുറച്ച് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അത് പശുവാമൃതം കൊടുക്കുക എന്നുള്ളതൊന്നും, പശുവാമൃതം മാത്രമല്ല മുകളിൽ പറഞ്ഞ എല്ലാം കൊടുക്കുക എന്നുള്ളതല്ല അതിന്റെ അടിസ്ഥാനപരമായ രീതി. എന്തുകൊണ്ടാണ് ദഹനം നടക്കാത്ത അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഷെഡിന്റെ ടെമ്പറേച്ചറോ വേണ്ടത്ര വെള്ളം കൊടുക്കാത്തതോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റാത്തതോ ഭക്ഷണം ശീലിപ്പിക്കാത്തതോ ആയി വന്നതോ അതുപോലെ തന്നെ കൊടുക്കുന്ന തീറ്റയിലുള്ള ഘടകങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ള രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ അത് ടോക്സിക് ആയതോ അല്ലെങ്കിൽ ഫംഗസ് വരുന്നതോ കൊണ്ടോ അതല്ലെങ്കിൽ റാബിറ്റിന് വേറെ സ്ട്രെസ് ഡിസീസ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അണ്ടർലൈൻ ഡിസീസ് വേറെ എന്തെങ്കിലും ഉള്ളിലുള്ള രോഗങ്ങളുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് റാബിറ്റിന് ദഹന പ്രക്രിയ ഉണ്ടായി വരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളിൽ പോയിട്ടാണ് തിരുത്തേണ്ടത്. എന്നിട്ടാണ് നാം ഒരു പരിഹാരം കാണേണ്ടത്. അടുത്ത പശുവാമൃതമാണ്. PM-ലെ പശുവാമൃതം എന്നതിനെ സംബന്ധിച്ച് അതിന്റെ ആക്ടിവിറ്റിയും ഇതൊക്കെ വീഡിയോ ലിങ്കിലുണ്ട്. സാർ കൊടുക്കാറുണ്ട്. സംബന്ധിച്ച് ദഹന സുഖാക്കാൻ വേണ്ടിയിട്ട് പശുവാമൃതം ഉപകാരപ്പെട്ടേക്കാം. കോസ്റ്റ്ലിയാണ്, ഒരുപാട് പൈസ നാം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും പരീക്ഷണം നടത്തണമെങ്കിൽ
അടിവരായിട്ട് പറയാണ്, പരീക്ഷണം നടത്തണമെങ്കിൽ ഈ പശുവാമൃതം അത് ദാസാനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് എല്ലാ കാര്യം പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നോക്കി ആ രൂപത്തിൽ ആക്ടിവേറ്റ് ചെയ്ത് പശുവാമൃതം കിട്ടുന്നവർക്ക് വാങ്ങിക്കാൻ ദാസാർത്തിക്കില്ല. അത് എല്ലാവരുടെയും പിന്നാലെ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. വെറുതെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പശുവാമൃതം താല്പര്യമുള്ളവർക്ക്, കഴിവുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പശുവാമൃതം എന്നത് സംഭവം എന്താണെന്ന് വെച്ചാല് ദഹന വ്യവസ്ഥയിൽ പങ്കെടുക്കേണ്ട ബാക്ടീരിയയെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന്റെ ഒരു ചെറിയ രൂപമാണ് ശർക്കര വെള്ളം കൊടുക്കുക എന്നുള്ളത്. അതും പശുവാമൃതത്തിന്റെ ചെറിയ രൂപം തന്നെയാണ്. രോഗം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മുൻകരുതൽ എന്ന നിലക്ക് കൊടുക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ രോഗം ഉണ്ടായതിനു ശേഷം കൊടുക്കേണ്ടി വരുന്നതുമായിട്ടുള്ള ബാക്ടിസോള്, ടെട്രാസൈക്ലിൻ പോലുള്ള ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അത് എയറോബിക്, അനറോബിക്, ഗ്രാം നെഗറ്റീവ്, ഗ്രാം പോസിറ്റീവ് തുടങ്ങിയ എല്ലാത്തരം ബാക്ടീരിയകളുടെ സെൽ വാളുകളും ആക്രമിക്കും. അപ്പൊ അവരുടെ പേഴ്സൻറ്റേജ് കുറയും. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് വേണ്ടത്ര വെള്ളം കൊടുക്കുക. അപ്പൊ ഉള്ള ബാക്ടീരിയകൾ വളരെ പെട്ടെന്ന് തിരിച്ചുണ്ടായി വരും. അതുപോലെ തന്നെ പച്ച ഇല, അതായത് നേരത്തെ പറഞ്ഞ ചെമ്പരത്തി പോലുള്ള, ഈ കുറുന്തോട്ടി പോലുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചീര വർഗങ്ങളോ അല്ലെങ്കിൽ CO3 പോലുള്ള പുല്ലുകളോ അതെല്ലാം തന്നെ വേണ്ടത്ര കൊടുക്കുകയാണെങ്കിൽ തന്നെ ബാക്ടീരിയകളെ നമുക്ക് പെട്ടെന്ന് വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും. അത് ഈ ഗട്ട് ഡിസീസ് ഇല്ലാതാക്കാൻ സഹായിക്കും. നേച്ചുറലായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിൽ എല്ലായ്പ്പോഴും ഈർപ്പം ശരീരത്തിൽ നിലനിൽക്കും. വേണ്ടത്ര വെള്ളം ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രവൃത്തിയൊക്കെ വേണ്ടത്ര നടക്കുള്ളൂ. അകത്തേക്ക് നാം കൊടുക്കുന്ന പല്ലറ്റായാലും ശരി, കയറ്റിച്ചാലും ശരി, അത് വെള്ളം പുതർന്ന് ശരീരത്തിന് വേണ്ടത്ര വെള്ളം ഇല്ലെങ്കിലുള്ള വെള്ളം വലിച്ചെടുക്കുമ്പോൾ ഗട്ടിൽ വെള്ളം ഇല്ലാതായി മാറും. സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ബാക്ടീരിയകൾക്ക് ജീവിക്കണമെങ്കിലോ മുന്നോട്ട് പോകണമെങ്കിലോ കഴിയാത്ത സാഹചര്യം വരുമ്പം അവരെ കൂട്ടത്തോട് ചത്തൊടുങ്ങും. ആ ചത്തൊടുങ്ങുമ്പോഴും അവിടെ ഗ്യാസ് ഫോം ചെയ്യും. അതല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അവിടെ ഈ മെറ്റാബോളിക് ഡിസോർഡർ ഉണ്ടാവും. അതും ഇവിടെ ഗട്ട് ഡിസീസിന് കാരണമായിട്ട് വരും. എല്ലാറ്റിനും അടിസ്ഥാന കാരണമായിട്ട് വരുന്നത് നമ്മൾ വെള്ളം വേണ്ടത്ര കുടിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പച്ചപ്പുല്ല് വേണ്ടത്ര കൊടുക്കുക എന്നുള്ളതാണ്. പച്ചപ്പുല്ല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഖരാഹാരം കൊടുക്കാതെ വെറും പച്ചപ്പുല്ല് കൊടുക്കുക എന്ന് ഇതിനർത്ഥമല്ല. ഇവർക്ക് മനസ്സിലാക്കാനുള്ളത്, നാം ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ കുറെ ബാക്ടീരിയകൾ ചത്തുപോകും. ബോഡി സെല്ലല്ല ഡാമേജ് വരിക. ബോഡി സെല്ല് 1, 2, 3, 5 ബോഡി സെല്ല് ഡാമേജ് ഉള്ള ആന്റിബയോട്ടിക് കൊടുക്കും. ഇത് ബാക്ടീരിയന്റെ സെൽ വാളാണ് ആക്രമിക്കുന്നത്. അപ്പം ബാക്ടീരിയന്റെ സെൽ വാൾ ആക്രമിക്കുമ്പോൾ ബാക്ടീരിയകള് ഇവിടെ ഇൻക്യുബേഷൻ നടക്കൂല. ബാക്ടീരിയ ഒരുപാട് ചത്തു കൊടുക്കും. അതുകൊണ്ട് നാം ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞ് അതിന്റെ വീര്യം കഴിഞ്ഞ ഉടൻ തന്നെ പ്രോബയോട്ടിക് കൊടുക്കണം. അത് നേച്ചുറലായിട്ട് പുല്ല് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ആവശ്യമുള്ള ബാക്ടീരിയകള്, ഡയനോഫത്തിൽ പങ്കെടുക്കുന്ന ബാക്ടീരിയകളൊക്കെ കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതൊക്കെ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാലാണ് അതും ദഹന പ്രശ്നം ഉണ്ടായി വരാൻ കാരണമാവും. അതൊക്കെ വേണ്ട വെള്ളം അങ്ങനെ വന്നാലും ഈ ബാക്ടീരിയ, ആവശ്യമുള്ള ബാക്ടീരിയ കൂടുതലായിട്ടുണ്ടായിരിക്കും. പൈനാപ്പിളില് കാണുന്ന ഈ ബ്രോമെലിൻ എന്ന് പറയുന്ന എൻസൈം ഈ സൈനസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന മെഡിസിനാണ്. പൈനാപ്പിൾ നേച്ചറിൽ കാണുന്നൊരു എൻസൈമാണ്. ഇങ്ങനെ എൻസൈം കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം അത് ഫീമെയിൽസിൽ അബോർഷന് സാധ്യത ഉണ്ട് എന്ന ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്, ഒരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് പൈനാപ്പിള് കൊടുക്കാൻ ഇടയാവരുത്. പൈനാപ്പിള് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ സാഹചര്യം ഓർക്കണം. ഗട്ടിന് ഗ്യാസ് ഫോം ചെയ്യാതെ, വയറിന് ഗ്യാസ് ഫോം ചെയ്യാതെ ദഹനം നടക്കാത്തൊരവസ്ഥ തീറ്റെടുക്കാതിരിക്കുകയാണെങ്കിൽ ആ നേരത്ത് കൊടുക്കാനാണ് പൈനാപ്പിൾ പറഞ്ഞത്. അല്ലാത്ത എല്ലാ സമയത്തും പൈനാപ്പിൾ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്. പൈനാപ്പിൾ നല്ലതൊക്കെ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒഴിവാക്കാനുള്ള വഴികളെ കുറിച്ചാണ് ആ നേരത്തെ ഉള്ള വോയിസിലൊക്കെ തന്നെ പറഞ്ഞത്. എന്താണ് പ്രോബയോട്ടിക് എന്നതിനെ സംബന്ധിച്ച് ഗ്രൂപ്പിൽ നേരത്തെ പറഞ്ഞിരുന്നു. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മെഡിസിൻ, അതായത് ബാക്ടീരിയയെ, നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയയെ, ഏതാണ്ട് എല്ലാ മാമൽസിലും സെയിം ബാക്ടീരിയ തന്നെയാണ് ആവശ്യമുള്ളത്. അതിനെപ്പറ്റി പങ്കെടുക്കുന്ന ബാക്ടീരിയകൾ അതിനെ ഒരു ഡോർമെന്റ് സ്റ്റാറ്റസിലാക്കിയിട്ട് ഗുളിക രൂപത്തിലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡോർമെന്റ് തന്നെ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും. അത്രയും കാലം അത് നിലനിൽക്കും.
എന്നിട്ട് അത് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം ടച്ച് ചെയ്യുമ്പോൾ അത് ആക്റ്റീവ് ചെയ്യുന്നത്. നമ്മൾ EM സൊല്യൂഷനൊക്കെ ആക്റ്റീവ് ചെയ്യുന്ന മാതിരി തന്നെയാണ് ഈ മെഡിസിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആമാശയത്തിൽ എത്തുമ്പം അവിടെ വെള്ളം ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് ആ ഗുളിക അവിടെ ദ്രാവക രൂപത്തിലായി മാറുകയും ആ ബാക്ടീരിയകൾ ആക്റ്റീവ് ആവുകയും പിന്നീട് ഏതാണ്ട് 20 മിനിറ്റോളം കഴിയുമ്പോഴേക്കും അത് വിഘടിച്ച് തെറ്റി പെരുകി ഒരുപാടുണ്ടാവും. അത് ദഹന പ്രക്രിയക്ക് നമുക്ക് എളുപ്പമായി മാറുകയും ചെയ്യും. ഇങ്ങനെ പ്രോബയോട്ടിക് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും മരുന്ന് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടില് പ്രോബയോട്ടിക് കൂടെ എഴുതിയത് നമ്മൾ ഉപയോഗിക്കാത്ത ബാക്കി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവ മുയലിന് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ആന്റിബയോട്ടിക് മാറി കൊടുക്കാൻ പാടില്ല. അത് പ്രോബയോട്ടിക് തന്നെയാണെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഫാർമസിയിലോ അല്ലെങ്കിൽ പരിചയമുള്ള ഡോക്ടേഴ്സിനോടോ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അവരോടത് മുയലിന് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് ഇതിനെ പറ്റി അറിഞ്ഞോളൊന്നുമില്ല. അതുകൊണ്ട് പ്രോബയോട്ടിക് ആണോ അല്ല എന്ന് ചോദിക്കുക. അത്രയും ചോദിച്ചാൽ പ്രോബയോട്ടിക് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. പിന്നീട് അദ്ദേഹം ഈ വീഡിയോയില് അയർമെറ്റിന് ശേഷം ഇഞ്ചക്ഷന് ശേഷം പറയുന്നത് ഒരു ചണച്ചാക്ക്, നമ്മുടെ ഉള്ളിച്ചാക്കോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ചാക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് അലക്കി വെയിലത്ത് നല്ല ഉണക്കി വൃത്തിയാക്കി വെക്കണം. ഏതെങ്കിലും പഴയ അഴുകിയ ചാക്കൊന്നും കൊണ്ട് വെക്കരുത്. എലിയോ മറ്റോ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് ഉപയോഗിക്കരുത്. നല്ല വൃത്തിയുള്ള ചാക്ക് ഈ നമ്മുടെ കേജിന്റെ മുകളിൽ ഇരിക്കുകയും അതിൽ വെള്ളം സ്പ്രേ ചെയ്യുക നന്നായിട്ട്. അപ്പൊ ഷെഡിലേക്ക് വരുന്ന നല്ല തുറസായ സ്ഥലത്ത് വരുന്ന കാറ്റ് അതിൽ തട്ടുകയും അത് താഴത്തുള്ള മുയലിന് ഒരു കൂളിംഗ് ലഭിക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹം പറയുന്ന ഒരു സൊല്യൂഷൻ. ഇതാ സാർ ഈ വീഡിയോയിൽ ഹിന്ദിയിലാണ് പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നതിന്റെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അയോർമക്റ്റിൻ ഇഞ്ചക്ഷനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് 2 മില്ലിന്റെ ഒരു സിറിഞ്ച് വാങ്ങിച്ച് അതിൽ അയോർമക്റ്റിന് 0.5 ഒരു 1/2 ml എടുത്തിട്ട് 2 കിലോ ബോഡി വെയിറ്റ് 2 കിലോന് മുകളിൽ ബോഡി വെയിറ്റ് ഉള്ള മുയലിന് കൊടുക്കാവുന്നതാണ് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അതിന്റെ ചെവി 2 ഭാഗത്തേക്ക് മാറ്റി പിടിച്ച് അതിന്റെ ചെവിക്കടുത്ത് മധ്യഭാഗത്ത് ഇഞ്ചക്ഷൻ സിറിഞ്ച് 45 ഡിഗ്രി പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ കൂടുതലായിട്ട് ചെരിഞ്ഞായിട്ട് തോന്നും. 45 അല്ല, ഏതാണ്ട് 55-60 പോലെ തോന്നും. ഇവരുടെ ആ തലന്റെ കഴുത്തിന്റെ ആ ഭാഗത്തിലെ ഷേപ്പാണ് അതിനുള്ള കാരണം. ആ ഏരിയയില് 45 ഡിഗ്രിയിലാണ് സ്കിന്നിനും മസിലിനും ഇടയിലേക്കാണ് ഈ സിറിഞ്ച് പോകുന്നത്. അവിടെയാണ് ഇഞ്ചക്ട് ചെയ്യേണ്ടത്. ഈ ഇഞ്ചക്ട് ചെയ്യുന്നത് അയോർമക്റ്റിൻ എന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട് വിജയിച്ചിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ്, മെഡിസിനാണ്. മറ്റെല്ലാ വഴികളോ കൊണ്ടും സാധ്യമല്ലെങ്കിലാണ് നമ്മൾ അയോർമക്റ്റിൻ ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5-6 ദിവസം കൊണ്ട് ഈ മെയിഞ്ച് എല്ലാം കരിഞ്ഞു പോകും. ഈ മെയിഞ്ച് സാധാരണഗതിയിൽ കാണുന്നത് കാലിന്റെ ഭാഗത്തിന്റെ അടിയിൽ, അതുപോലെ മലദ്വാരത്തിന്റെ ഭാഗത്ത്, അതുപോലെ ചെവിക്ക് അകത്ത്, പിന്നെ മൂക്കിന്റെ ഭാഗത്ത്, ചുണ്ട്, ആ ഏരിയയിലൊക്കെയാണ് കൂടുതലായിട്ട് മെയിഞ്ച് കാണുന്നത്. എന്ന് വെച്ചാല് പൊതുവെ ഈർപ്പമുള്ളതും അതുപോലെ തന്നെ അഴുക്ക് വരാനുള്ള pH കുറഞ്ഞതായിട്ടുള്ള ഏരിയയില്, രോമം കുറവുള്ള ഏരിയയില്, അത്തരം ഏരിയയിലാണ് ഈ മെയിഞ്ച് പെട്ടെന്ന് വളർന്നു വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ സ്കിന്നിനാണ് ഇഞ്ചക്ഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ വെറും 15 ഡിഗ്രി മാത്രം ആയിരിക്കും. വളരെ ചിരിച്ചു പിടിച്ചിട്ട് ഈ ഫോട്ടോയിൽ ലാസ്റ്റ് അറ്റത്ത് വലത് ഭാഗത്ത് അറ്റത്ത് കാണുന്നതാണ് 15 ഡിഗ്രി. അതായത് സ്കിന്നിന്റെ കട്ടി എന്നാ കാണുന്നത്. ചെറിയ ഡോട്ട് ഇട്ടിട്ട് ക്രീം കളർ പോലെ കാണുന്ന അതിനകത്തേക്ക്, അതായത് സ്കിന്നിനുള്ള ഇഞ്ചക്ഷൻ എന്ന അതാണ്. ശരിക്കും അയോർമക്റ്റിന് സ്കിന്നിനല്ല, സ്കിന്നിന് കഴിഞ്ഞുള്ള പോർഷനിലേക്കാണ്. തൊട്ടടുത്ത് കാണുന്ന വലത് ഭാഗത്തുനിന്ന് എണ്ണുമ്പോൾ രണ്ടാമത് വരുന്നതാണ് ശരിക്കും അയോർമക്റ്റിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അത് സ്കിന്നല്ല, സ്കിന്നിന് കഴിഞ്ഞ് മാംസത്തിനിടയിലുള്ള ഏരിയയിലാണ് അയോർമക്റ്റിൻ ഇഞ്ചക്ഷന് ചെല്ലേണ്ടത്. ഈ കഴുത്തിലൊക്കെ സാധാരണ പശുവിനും മാടിനും ഒക്കെ ചെയ്യുന്നത് തന്നെ അത് കഴുത്തിന്റെ മറ്റൊരു പോർഷനിലാണ് കഴുത്തിന്റെ സ്കിന്ന് പിടിച്ചിട്ട് ചെയ്യുന്നത്. അയോർമക്റ്റിന് ബന്ധപ്പെട്ട കാര്യം പറയാം. അയോർമക്റ്റിൻ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് കട്ട് ചെയ്യാൻ പാടുള്ള ഡിസ്ചാർജ് ആയിരിക്കും. അയോർമക്റ്റിൻ ഇഞ്ചക്ഷന് പ്രഗ്നന്റ് ആണെങ്കിൽ മുതല് ചെയ്യാതിരിക്കുക, ഗർഭാവസാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ചില സന്ദർഭത്തിൽ നമുക്ക് പാരന്റോക്കിന് പ്രാധാന്യം നൽകേണ്ടി വരുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നാം അയോർമക്റ്റിൻ കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാം മെയിഞ്ച് ചൊറി വളരെ കൂടുതലായിട്ടാണ് അയോർമക്റ്റിൻ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പാരന്റോക്കിന് പ്രാധാന്യം നൽകും. കുഞ്ഞുങ്ങൾ ചത്തുപോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് ചെയ്യേണ്ടി വരും. ആ സാഹചര്യം എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡെറ്റോളൊക്കെ തന്നെ 15 ദിവസം കൂടുമ്പോൾ ഉപയോഗിച്ച് ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് മുയലിന്റെ ശരീരം തുടച്ച് വൃത്തിയാക്കണം എന്ന് പറയുന്നത്. മുയലിന്റെ ശരീരത്തിൽ അതിന്റെ കാലിന്റെ അടിഭാഗം ചർമ്മം വളരെ നേർത്തത ഉണ്ടാവുക. അത് പുറത്ത് ഫ്രീ റേഞ്ചിൽ കാട്ടിലൊക്കെ കഴിയുന്ന മുയലുകൾക്ക് ഓടിച്ചാടി നടന്നുകൊണ്ട് കാലിന്റെ തയമ്പുണ്ടായിരിക്കും.
നമ്മുടെ കൂട്ടിലുള്ള മുയലിനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ആ ഭാഗത്ത്. അതുപോലെ തന്നെ അഴുക്ക് വരാനുള്ള സാധ്യതയാണ് ഈ മെയിലായിട്ടുള്ള മുയലിന്റെ ഉഷ്ണത്തില്, ഫീമെയിലിന് അകിടില്, അതുപോലെ മലദ്വാരം, പിന്നെ മൂക്ക്, ഈ ചെവി, ഈ ഭാഗത്തൊക്കെ തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫംഗസ് ആയാലും ശരി, അതല്ല മെയിഞ്ചാണെങ്കിലും ശരി. അതുകൊണ്ട് ആ ഭാഗം നല്ലോണം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം മുയലിനെ. ഇല്ല ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഐവർമെക്റ്റിൻ ചെയ്ത് മാറ്റം നിർബന്ധം ഉണ്ടാവുള്ളൂ. ഐവർമെക്റ്റിന്റെ പവറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നേരത്തെ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നു. ഐവർമെക്റ്റിൻ ഇഞ്ചക്ഷൻ ചെയ്ത് മുയലില് കൊതുക് കടിച്ചിട്ട് കൊതുക് വരെ ചത്തുപോയി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പവറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതാണ്. അത്തരം അവസ്ഥയിലേക്ക് എത്താതെ തന്നെ നാം മുയലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, പരിപാലിക്കാൻ നാം അറിഞ്ഞിരിക്കണം. ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് കൊണ്ടുവരികയാണ് 360 ഡിഗ്രിയാണ് ഒരു വൃത്തം. അതിന്റെ നേർപകുതിയാണ് 180. അത് മനസ്സിലാക്കുക. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കുത്തനെ എന്ന് പറയുന്നത്. നമ്മൾ ഇഞ്ചക്ഷനെ കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ, മുയലിനെ കുറിച്ചൊക്കെ നമ്മൾ നല്ലൊരു ഫാമറായി വരും നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഡീറ്റെയിലായി ഓരോ കാര്യങ്ങളും പറയുന്നത്. സ്കിന്നിന് ചെയ്യുന്ന ഇഞ്ചക്ഷന് ശരിക്കും സ്കിന്നിനല്ല, ഇവിടെ നമ്മൾ IM എന്ന ഇൻട്രാ മസ്കുലർ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും പിടിക്കുക. സാധാരണ പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ മസിലിന് ഡയറക്റ്റ് ചെയ്യും. ഡോക്ടർമാരൊക്കെ ചെയ്യുന്ന ശ്രദ്ധിക്കുക. വെറ്റിനറിയനായാലും അത് മസിലിന്റെ ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടി 90 ഡിഗ്രി സ്ട്രൈറ്റ് ആണ് ഇഞ്ചക്ഷൻ ചെയ്യാന്നുള്ളതാണ്. ആ സിറിഞ്ച് നീഡിൽ കുറച്ച് വലുപ്പം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ സ്കിന്നിന്റെ ഏരിയ കഴിഞ്ഞ് മസിലിലേക്ക് എത്തിയിട്ടായിരിക്കും അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ചില സിറിഞ്ചിന്റെ സ്റ്റെഡായിട്ട് ആ വരുന്ന ഭാഗം അത് വളരെ ആഴത്തിൽ പോകാതിരിക്കാൻ വേണ്ടി സിറിഞ്ച് പാകത്തിനായിരിക്കും. കൂടുതൽ അറിയാത്തവർ ചെയ്യുമ്പോൾ ഉള്ളോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഫാം വിസിറ്റ് ചെയ്യാൻ പോയുള്ള ഒരു ഫാം എന്റെ ഓർമ്മയെന്ന് പറയാണ്. ഒരു ഫാം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഹൈറ്റ് കൂടി അതേ രൂപത്തിൽ തന്നെ മറ്റൊരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ ഉണ്ടാക്കിയ വ്യക്തി തന്നെ. അത്തരത്തിലുള്ള തെറ്റ് ആവർത്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിൽ പറയുന്നത്. പുതുതായി ഉണ്ടാക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും 2 അടി മാത്രമേ സൈഡ് വണ്ണായിട്ടുണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സാധിക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള 1:1 സ്റ്റീലിന്റെ മെഷ് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ് നന്നാവുക. ഇനി തണുപ്പുള്ള കാലാവസ്ഥയിൽ മഞ്ഞോ വെറ്റോ അല്ലെങ്കിൽ തണുത്ത കാറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രീൻ നെറ്റ് ആ നേരത്ത് രാത്രി കാലങ്ങൾ വൈകിട്ട് ചുറ്റാൻ വലിയ പണിയില്ല. 5 കേസേ ഉള്ളൂ. ചുറ്റുപാട് ചുറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നേരം വെളുത്ത് 8 മണിയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് നീക്കാവുന്നതാണ്. അല്ലെങ്കിൽ താഴോട്ട് ഇറക്കി വെക്കാവുന്നത്. വലിയൊരു സംഭവമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ആയിട്ട് ഇവിടെ ഫാം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും ബ്രീഡിംഗ് സെഷനാണ്. നാം പാരന്റ് ഷോപ്പും കൊണ്ടാണ് പോകുന്നത്. അവിടെ മുതലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായെങ്കിലേ നമുക്ക് മീറ്റിന് വേണ്ടി വിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അവിടെ മുയലിന്റെ കഴുത്ത് വരെയുള്ള ഹൈറ്റില്, അതായത് 2 അടി മാത്രമേ ഹൈറ്റില് സൈഡ് വാൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതി. മുയലിന്റെ ചെവി എന്നത് അതിന്റെ 2 ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ വിശദമായിട്ട്. ഒന്ന്, അത് ഒരു എന്താ പറയാ ഡിഷ് ആന്റിന പോലുള്ള എല്ലാ ഭാഗത്തും തിരിക്കുന്ന പോലെ അതുപോലെ ചെവി എല്ലാ ഭാഗത്തും തിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ്. ചെവി വലുതാണ്. എതിരാളികളാൽ എപ്പോഴും തന്നെ ഫുഡ് ചെയ്യില് അത് പിടിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് കാട്ടിലും നാട്ടിലും വച്ചിട്ടുന്ന മുയലുകൾ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി 2 പൊസിഷനിലേക്ക് തരംഗങ്ങളെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അതിന്റെ ചെവിന്റെ ഒരു ഡിസൈൻ. മറ്റൊന്ന്, അത് എയർ കൂളിംഗ് ആണ്. വലിയ ശരീരത്തിനകത്തോടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ അത് ചെവിയിലൂടെ കടത്തി വിടുന്ന രീതി. അപ്പൊ ചെവി നന്നായിട്ട് കാറ്റിട്ട് ചെയ്യുമ്പോഴാണ് അത് എയർ കൂളിംഗ് ലഭിക്കുന്നത്. വാട്ടർ കൂളിംഗ് കൊണ്ടാണ് വേണ്ടത്ര വെള്ളം കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ ആ എയർ കൂളിംഗ് സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്നതിൽ ചെവിക്കരികിലൂടെ വേണ്ടത്ര എയർ സർക്കുലേഷൻ നടന്നിരിക്കണം. ദാസാന്റെ ഫാമിലാകട്ടെ നല്ല രൂപത്തിലുള്ള എയർ പാസിംഗ് ഉണ്ട് അവിടെ. അതിനകത്ത് നമുക്ക് പോയി നോക്കിയാൽ വേണമെങ്കിൽ പോയി നോക്കി അറിയാൻ പറ്റും അവിടെ ടെമ്പറേച്ചർ അവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ധാരാളം വോളിയം ഉണ്ടെങ്കിൽ വ്യാപ്തി, ഷെഡിനകത്ത് വ്യാപ്തി ഉണ്ടെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. 50x50 പോലുള്ള ഷെഡ് സാധാരണ ആരും ഉണ്ടാക്കൂല. അത്രയധികം ഷെഡ് വരാൻ സാധ്യത വളരെ കുറവാണ്. അതും കൂടി നാം ചേർത്ത് മനസ്സിലാക്കണം. ഇനി ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യമാണ് മുംതാസാറിന്റെ ഈ ഷെഡ് ഒന്ന് ശ്രദ്ധിക്കുക. മുംതാസാറിന്റെ ഷെഡ് 50x50 ആണ്. ഈ ഷെഡ് 50x50 അതിന്റെ സൈസാണ്. നല്ല ഹൈറ്റ് ഉണ്ട്. ഈ ഷീറ്റ് ഡബിൾ കോട്ടിംഗ് ആണ്. ഇരുഭാഗവും കോട്ടിംഗ് ചെയ്തതാണ്. മുംതാസാറിന്റെ ഈ ഫാം നേരത്തെ ഉണ്ടാക്കിയ ആ ചുമര് ഒത്തിരി ഹൈറ്റ് കൂടുതലാണ്. അത് അദ്ദേഹം ചെറുതാക്കിയിട്ടില്ല. ഇതിനുള്ള കാരണം എന്താണ് മുംതാസാറോട് ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയ ഉടൻ തന്നെ, ഗ്രൂപ്പ് തുടങ്ങിയ ഉടനെ മുമ്പ് തന്നെ ചോദിച്ചിരുന്നു.
ഇൻഡാസ് സാറ് അതിന് മറുപടി പറഞ്ഞത് അവിടെ ബ്രീഡിംഗ് യൂണിറ്റ് അല്ല നടക്കുന്നത്. ഇൻഡാസ് സാറുടെ കട്ടിംഗ് യൂണിറ്റ് ആണ്. അവിടെ നോർത്തിലാണ് ഇവിടെ ഇൻഡാസ് സാറിന്റെ ബ്രീഡിംഗ് സെഷൻ നടക്കുന്നത്. അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്ക് എത്തിക്കുന്നു. അത് മുയലുകൾ എത്തുമ്പോൾ വിവരം അറിയിക്കുന്നു, എല്ലാവരും കൊണ്ടുപോകുന്നു. അവിടെ സ്റ്റോക്ക് ചെയ്യുന്നില്ല. 2, മുയലിന്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹം അതിനു വേണ്ടിയുള്ള ഓർഡർ കണക്കാക്കുകയും ഓരോ ആളുകളുടെ മുയൽ ഫാം സന്ദർശിക്കുന്നു, ഫാമുകളുടെ ഇൻഫർമേഷൻ മനസ്സിലാക്കുന്നു, കോൺട്രാക്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കുന്ന മുയലിന്റെ അടിസ്ഥാനത്തിലാണ് ഓർഡർ പിടിക്കുന്നത്. അതിന്റെ കട്ടിങ്ങും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള കൊണ്ടുവരുമ്പോൾ ഏതാനും ദിവസങ്ങളിൽ മാത്രമേ മുയലവിടെ നിൽക്കുള്ളൂ. ആ മുയലുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ദാസാറിനെ പോലെ അറിവുള്ള ആളുകളുണ്ടാകുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഏതെല്ലാം കാരണം കൊണ്ടാണ്, എന്തൊക്കെയാണ് ഓരോ ഫാമേഴ്സിന്റെ സ്ഥിതി, ഓരോ ഫാമറുടെയും മാനസികാവസ്ഥ, അവർക്ക് മുയലിനെ പരിപാലിക്കുന്നുള്ള കഴിവ്, അവരുടെ വീട്ടിലെ അവസ്ഥ, ആരൊക്കെ നോക്കൂല, എന്തൊക്കെയായിരിക്കും എന്നൊക്കെ അദ്ദേഹത്തിന് നല്ല അറിയാം. കട്ടി മുതലെല്ലാം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തെറ്റ് കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇൻഡാസ് സാറിന്റെ ഈ ഷെഡില് ഫാമിലെ വാളിന്റെ ഹൈറ്റ് കണ്ട ഒരു കാരണവശാലും നാം ആ രൂപത്തിലുള്ള വാളുണ്ടാക്കാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കാനുള്ള സംഗതി, ചിലര് മുയലിന്റെ യൂണിറ്റ് കൊടുക്കും, മുയൽ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. അവർ പറയുന്ന മുയലിന്റെ കുഞ്ഞുങ്ങളെ നോക്കി പഠിക്കാൻ വലുതായിട്ട് പാരന്റ്സോ കൈകര്യം വന്ന് കൊടുക്കുന്നുണ്ട്. ഇൻഡാസ് സാർ പ്യുവർ പാരന്റ് സ്റ്റോക്കാണ് തരുന്നത്. അത് നമുക്കറിയാം, പലപ്പോഴും വീട്ടിലെത്തുമ്പോൾ ഡെലിവറി തുടങ്ങിയിരിക്കും. അപ്പൊ അതിൽ ഈ ക്രോസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഇവിടെ നെസ്റ്റ് ഹൗസ് ഉണ്ടാക്കി കാത്തിരുന്നിട്ട് ആളുകളുണ്ട്. ഇൻഡാസ് സാർ കഴിഞ്ഞ ദിവസം പോയപ്പോ ഒരു ഫാമില് ക്രോസ് ചെയ്തും 2 മുയലിനെ കാണിച്ചു കൊടുക്കുന്നുള്ളത് ശ്രദ്ധിക്കണം. ഫാമിസിന്റെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെസ്റ്റ് ഹൗസ് വെച്ച് കാത്തിരിക്കുക, ഡെലിവറി നടക്കൂല ക്രോസ് ആവാതിരുന്ന് കഴിഞ്ഞാൽ. അപ്പം പാന്റ് ഷോക്കിനെ തരുമ്പം അത് കൊണ്ടുവന്ന ദിവസങ്ങൾ തന്നെ നേരത്തെ ക്രോസ് ആയിട്ട് ഡെലിവറിയുടെ സംഭവം നമ്മുടെ ഗ്രൂപ്പിൽ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പാരന്റ് ഷോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ മുയൽ കൃഷിയിൽ പറയാറുണ്ട് 1.5 വർഷം പിടിക്കുന്നത് പഠിക്കാന്, അതുപോലെ അതിന് ബെനിഫിറ്റ് ഉണ്ടാവാനത്. അതൊരു തെറ്റായ ധാരണയാണ്. ശരിക്ക് ഇൻഡാസാറിന്റെ ക്ലാസ്സിന് പോയി പഠിച്ച് നമ്മളെ ഗ്രൂപ്പിന്റെ സപ്പോർട്ടും ഉണ്ടായി നല്ല രൂപത്തിൽ മൈൻഡ് റിലാക്സ് ആയിട്ട് മസിൽ പിടിക്കാതെ ഗ്രൂപ്പിലെ ചർച്ചകൾ കേട്ട് മനസ്സിലാക്കി നമ്മുടെ സ്വന്തം തെറ്റ് കണ്ടെത്തി തിരുത്തുകയാണെങ്കിൽ കുടുംബത്തിലെ ടീം വർക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുയൽ കൃഷി വളരെ പെട്ടെന്ന് തന്നെ ലാഭത്തിലാക്കിയെടുക്കാൻ കഴിയും. ഒരു താളം കണ്ടെത്താൻ കഴിയും മുയൽ കൃഷിയിൽ. കാരണം പാന്റ് ഷോക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഇണങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ആകെ ഒരു ഓഫ് സീസൺ, അതായത് ജൂൺ ജൂലൈയിൽ മഴ വരുന്നതിന് മുമ്പുള്ള ഏപ്രിൽ മെയിൽ ഓഫ് സീസൺ 2 മാസം മാത്രമാണ് നമുക്ക് മാറ്റി വെക്കേണ്ടതുള്ളൂ. നല്ല രൂപത്തില് മഴവെള്ളവും അതുപോലെ തന്നെ CO3 പുല്ലും കൃഷിയും എല്ലാം ഉണ്ട്. നല്ല ഷെഡാണെങ്കിൽ ഓഫ് സീസണിന്റെ പോലും ആവശ്യമില്ല. അതുപോലും സമർത്ഥത ഉപയോഗപ്പെടുത്താൻ കഴിയും. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ ഇപ്പൊ ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 2-3 മാസമായിട്ടാണല്ലോ, 3 മാസമായിട്ടായി നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഇപ്പൊ വരുന്നവരോടെല്ലാം പറയുന്നത്, ഇതുവരെ ഞങ്ങളടുത്തുനിന്ന് മുയലുകളെ കൊണ്ടുപോയ ആളുകളെ പോലല്ല, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. എന്ത് ചോദ്യങ്ങൾക്കും മറുപടി പറയാനായിട്ട് നല്ല സന്നദ്ധരായിട്ട് എല്ലാ നമ്മളെ പഴയ കർഷകരുണ്ട്. അവരൊക്കെ നിങ്ങളെ ചോദ്യങ്ങൾക്ക് മറുപടി തരും. അതുകൊണ്ട് ഒന്നുകൊണ്ടും നിങ്ങളിപ്പോ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഇപ്പൊ എല്ലാ ക്ലാസ്സിലും ഞാൻ എല്ലാരോടും പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇന്നലത്തെ മിനിയാന്ന് ഞങ്ങൾ പോയ ഇൻസ്പെക്ഷന്റെ കാര്യം, ഞങ്ങള് വരുന്നറിഞ്ഞിട്ടും അവിടെ വെയിറ്റ് ചെയ്യാതിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ ഇനിയിപ്പോ നിങ്ങൾ ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് നിങ്ങളെ ഫാമും ഇതുപോലെ ഞങ്ങള് വരും ചെക്ക് ചെയ്യാന്. ആ നേരം നിങ്ങൾ എന്താ ചെയ്യാ, ഞങ്ങള് വരുന്നത് അറിഞ്ഞ് നിങ്ങളെ ജോലിക്ക് നിങ്ങൾ പോവോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, ഞങ്ങള് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ എല്ലാ ജോലികളും ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങളെ അടുത്തേക്ക് വരുന്നത്, നിങ്ങളെ ഫാം സന്ദർശിക്കാൻ വരുന്നത്. അപ്പൊ നിങ്ങള് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക തന്നെ വേണമെന്ന് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാനുള്ളവർ മാത്രം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതി എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ആവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് ക്ലാസ്സിലും ഈ കാര്യം ഉൾപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധിക്കാനുള്ളത്, മുയലിന്റെ ഡെലിവറിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നില്ലാന്നാണ് പൊതുവെ കാഴ്ചപ്പാട്. എന്നാൽ പരമാവധി കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കണമെങ്കിൽ, അതുപോലെ അപൂർവമായിട്ട് പാരന്റ് ഷോക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഡെലിവറിയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഡെലിവറി നടക്കുമ്പോൾ മുയലിന്റെ യൂട്രസിന്റെ വേവ് മൂവ്മെന്റ്, തരംഗ സ്വഭാവം പുറത്തേക്ക് തള്ളാനുള്ള
കഴിവില്ലാതെ വരികയോ, അല്ലെങ്കിൽ മുയലിന്റെ ആരോഗ്യക്കുറവുണ്ടാവുകയോ, അല്ലെങ്കിൽ രക്തക്കുറവുണ്ടാവുകയോ, അല്ലെങ്കിൽ മുക്കാനും തള്ളി വിടാനുള്ള കഴിവില്ലാതെ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അതും അല്ലെങ്കിൽ അപൂർവം വരാവുന്ന സാധാരണഗതിയിൽ മാമൽസിലൊക്കെ തന്നെ ഒരു എല്ലുണ്ടാവും. പ്രസവം നടക്കുമ്പോൾ മുയൽ കുഞ്ഞ് പോകുന്ന ആ മാംസ്യ ഭാഗത്തിന്റെ അടുത്തുള്ള എല്ലിന്റെ താഴെ ഭാഗത്തൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് വേണ്ടത്തിലില്ലാത്തതുകൊണ്ട് മുയലിന്റെ കുഞ്ഞുങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പ്രയാസം ഉണ്ടാകുമ്പോൾ അതാണ് മനുഷ്യരിലേക്ക് ഓപ്പറേഷനിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടർ. അതുപോലെ മൃഗങ്ങളിലേക്ക് ഇത്തരം കേസ് വരാറുണ്ട്. അതുപോലുള്ള കേസ് സാധാരണഗതിയിൽ റൂഡൻസിൽ വരാറില്ല. റൂഡൻസ് ഫാമിലിയിൽ പെടാവുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്താവുന്ന മുയല്, എലി, അണ്ണാലി ഈ ടൈപ്പുള്ള ഇത്തരത്തിൽ വരാറില്ല. അപൂർവങ്ങളിൽ സംഭവിക്കാറുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളൊന്ന് വലിച്ചെടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാരന്റ്സിനൊക്കെ മരിച്ചു പോകുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഹംസ മണ്ണാർക്കാട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് പേർ ശ്രദ്ധിക്കേണ്ടത് ഹംസ മണ്ണാർക്കാടാണ്. അദ്ദേഹം ഒരു 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള പറയുന്നത് വളരെ ഡെഡിക്കേഷൻ, വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ ഉഷാറായിട്ട് അദ്ദേഹം ഫാമിൽ കട്ടിലൊക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലപ്പുറമാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് നല്ല ഡെഡിക്കേഷൻ തുടക്കത്തിലുണ്ടെങ്കിൽ നമുക്ക് ഈ മുയൽ ഫാമിലൊരു താളം കണ്ടെത്താൻ പറ്റുള്ളൂ. നേരത്തെ ഡയറി ഫാമിൽ കേരളത്തിൽ തന്നെ ചുള്ളിപ്പുള്ളി ലഭ്യമാണ്. തുടക്കത്തില് പശുക്കളൊക്കെ തന്നെ പ്രസവിക്കുന്നതിന് ഉറപ്പ് വെച്ച് വീട്ടുകാരെ ഫാമിൽ കഴിഞ്ഞിരുന്ന പല ഫാമുകളും പിന്നീട് 1-2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി, പഠിച്ചു തുടങ്ങി. പ്രസവമൊക്കെ ഭയമില്ലാതെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളിതിനെ കാണുന്നതൊക്കെ വലിയൊരു പ്രശ്നമാണെന്ന് നമുക്ക് റാബിറ്റ് ഫാം ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കാനില്ല. തുടക്കത്തിൽ വേണ്ട ശ്രദ്ധ, കാര്യങ്ങൾ പഠിച്ചു വരുന്നവരെ നമുക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ നമുക്ക് ആവശ്യമാവും എന്നാണ് ഇപ്പൊ ഇവിടെ ഉണർത്തുന്നത്. അതായത് ഇണ ചേർന്ന് പെട്ടെന്ന് ബ്രീഡിങ് സക്സസ് ആവാനുള്ള സാഹചര്യം എപ്പോഴാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഫീമെയിൽ റാബിറ്റിന്റെ ആ പർട്ടിക്കുലർ ഏരിയയിൽ വളരെ ഡാർക്കായിട്ട് റെഡിഷ് കളർ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും അനുയോജ്യം. അതായത് റെഡ് കളറ് ലൈറ്റ് ആയിട്ട് പിന്നെ മീഡിയം കൂടുതലായിട്ട് ഡാർക്ക് കളർ കൂടി വരികയാണ് ചെയ്യുക. അതിന്റെ പിറകിലുള്ള ശാസ്ത്രീയ വശം എന്താണെന്ന് നോക്കാം. അതായത് ഏതൊരു മാമാലിലും ഇതുപോലെ ഹീറ്റിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാല് പ്രഗ്നന്റ് ആകാൻ വേണ്ടി, അതായത് ഈ ബീജസങ്കലനം നടന്നു കഴിഞ്ഞ് അതൊരു മാംസപിണ്ടായി രൂപപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മെത്ത ഒരുക്കുന്ന പോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വലിയ ആളുകളെ പോലെ ബെഡിലല്ലേ നമ്മൾ കൊടുക്കുക, തലയണയും ബെഡും ബ്ലാങ്കറ്റും പോലെ തന്നെ ചെറുതല്ല സോഫ്റ്റല്ലേ. അതുപോലെ തന്നെ ഈ കുഞ്ഞുണ്ടായി വരുമ്പം അതിനിവിടെ ഗർഭാശയത്ത് ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റെഡിഷ് കളർ അവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ സെല്ലുകൾ കൂടിച്ചേർന്ന ടിഷ്യൂസ് അതിനകത്തേക്ക് ധാരാളമായിട്ട് ബ്ലഡും ബ്ലഡിൽ ഒരുപാട് ന്യൂട്രീഷ്യൻസും കടത്തിവിടുന്ന നൈസർഗികമായിട്ടുള്ള പ്രകൃതി ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയാണ് റെഡിഷ് കളറിലേക്ക് വരുന്നത്. അങ്ങനെ റെഡിഷ് കളർ വരണമെങ്കിൽ ശരീരത്തിൽ ധാരാളമായിട്ട് രക്തം ഉണ്ടാവണം. അതുപോലെ തന്നെ രക്തം ഉണ്ടാവണമെങ്കിൽ നല്ല ഫുഡ് നാം നൽകിയിരിക്കണം. അനുകൂലമായിട്ടുള്ള നല്ല എൻവിറോൺമെന്റ്, നല്ല സാഹചര്യം, നല്ല കൂട്, പിന്നെ ഓവർ ചൂടില്ലായിരിക്കുക, അതുപോലെ നല്ല ഫുഡ് നൽകുക. കാര്യമില്ലാതെ കൊഴുപ്പ് കെട്ടിക്കിടന്നാലും തന്നെ ഇത് സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് റാബിറ്റിന് പിന്നെ മീറ്റ് ചെയ്യിക്കാൻ അനുയോജ്യമായിട്ടുള്ള സാഹചര്യം. അഥവാ നാം നല്ല തരത്തിലുള്ള ഫുഡുകളെല്ലാം തന്നെ നൽകിയിട്ടും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിലാണ് നാം ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ മരുന്ന് കൊടുക്കേണ്ടത്. ഈ വീഡിയോ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്ത് റാബിറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മീറ്റിംഗ് സക്സസ് ആണെങ്കിൽ മെയിലായിട്ടുള്ള ആൺ റാബിറ്റ് മറിഞ്ഞു വീഴുന്നു എന്നുള്ളത് പുതുതായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അറിയാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ നേരത്തെ പങ്കുവച്ചിരുന്നു, റാബിറ്റിന് ഹീറ്റ് ആവുന്നില്ല എങ്കിൽ മറ്റൊരു കാരണമില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള സൊല്യൂഷനാണ് എസ്ട്രോണ ഫോർട്ട് ബോണസ് കൊടുക്കുക എന്നുള്ളത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് റാബിറ്റിന് ഇണ ചേരാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം ദാസറിന്റെ ബുക്കിൽ പറയുന്നുണ്ട്. എല്ലായ്പ്പോഴും റാബിറ്റ് ഇണ ചേരാന് സന്നദ്ധാണെന്നുള്ളത്. എന്നിരുന്നാലും കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം. ഹലോ, ഞാൻ ദാസൻ മേനൂത്തിൽ. ഗ്രൂപ്പിലുള്ള ഇവർക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ വളരെ വേദനയോട് കൂടിയിട്ടാണ് ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. നൗഫൽ ഭായ് പറഞ്ഞ ഫാം വിസിറ്റിങ്ങിന് വേണ്ടി ലൊക്കേഷൻ മാപ്പ് അറിയിക്കാനുള്ള സന്മനസ്സെങ്കിലും ഗ്രൂപ്പിലുള്ളവർ കാണിക്കണം. ഈ സന്ദർശനം ഓരോ വ്യക്തികളുടെയും വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതാണ്. വിലപ്പെട്ട സമയവും സാമ്പത്തികവും ചെലവഴിച്ച് സ്നാസാറും മാഡവും
നൗഫൽ ഭായി, സുരേഷ് മേനോനും നമ്മുടെ അടുത്ത് വരുന്നത് തന്നെ മഹാഭാഗ്യാണ്. ഇത് ഓരോ വ്യക്തിയും മനസ്സിലാക്കണം എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. ഹായ്, ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. സിദ്ദിഖ് ഭായ് വോയിസ് ഞാൻ കേട്ടു. ഇതിനകത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാര് ദയവ് ചെയ്ത് അത് നഷ്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് ഇത്രയും അനുഭവ സമ്പത്തുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലിക്ക് വന്ന് നമുക്ക് അഡ്വൈസ് തരാനായിട്ട് അവർ റെഡി ആവുന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ചെയ്യാനായിട്ട് ഒരു കാരണവശാലും മുതിരരുത്. അങ്ങനെ ഇനിയും കുറച്ച് ഫാമുകൾ ഇപ്പോൾ പല ജില്ലകളിലും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. മറ്റു ജില്ലകളിലുള്ള ആൾക്കാര് അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുതിരാതിരിക്കുക. എന്തായാലും മിസ്റ്റേക്കുകൾ കാണും, കുറെ മിസ്റ്റേക്കുകൾ എന്തായാലും അവരുടെ കാഴ്ചപ്പാടിൽ കുറച്ച് മിസ്റ്റേക്കുകൾ കാണും. നമ്മൾ 1-2 മുയലിനെ ഒരു രസത്തിന് വളർത്തുന്ന പോലെ അല്ല ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ഈ മുയൽ കൃഷിയായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഇത്രയും വർഷത്തെ പരിചയമുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലേക്ക് വരുന്നുണ്ട്. വീഴ്ചകൾ കാണും. അതിനകത്ത് അവര് 1-2 കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവർ ആ കാര്യങ്ങൾ പറയും. അത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകളാണത്. അപ്പൊ അത് നമ്മൾ കേട്ട് അത് തിരുത്തി മുന്നോട്ട് പോവുക. അതിനകത്ത് ലാഭങ്ങൾ അങ്ങനെ തിരുത്തി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലാഭങ്ങളെ ഉണ്ടാവുള്ളൂ, നഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അവസാനം ഇതിനകത്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു, അതിനകത്ത് നമുക്ക് വിജയം കണ്ടില്ല, നമ്മളത് പഠിക്കുന്നില്ല, പിന്നെയും നമ്മൾ ആ മിസ്റ്റേക്ക് തന്നെ ചെയ്ത് തിരുത്താൻ ശ്രമിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മുയൽ കൃഷി ഒരു വൻ നഷ്ടമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തും. അല്ലെങ്കിൽ അതിനെ ഇപ്പം ആഗ്രഹിക്കുന്ന ആൾക്കാരെ പോലും അതിനകത്ത് മുന്നോട്ട് വരാനായിട്ട് അവര് പിന്തിരിപ്പിക്കും. അപ്പം നമ്മുടെ കയ്യിലെ മിസ്റ്റേക്കുകളാണ്. ഇതിനകത്ത് തന്നെ ഇപ്പം പല വീഡിയോയിനകത്തും പറയുന്നുണ്ട് 2 യൂണിറ്റിനകത്ത് 100 കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതൊക്കെ അവരുടെ ആ ഡെഡിക്കേഷനാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത്രയും ഡെഡിക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വൻ വിജയം നമുക്ക് കൊയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അതിനകത്ത് കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്യുന്ന രീതികളാണ് ഇവര് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് നമ്മള് യാതൊരു കാരണവശാലും അവരെ വരുന്നു എന്ന് പറയുന്നുണ്ട് അഡ്രസ് കൊടുക്കാതെയോ അല്ലെങ്കിൽ ഫോൺ എടുക്കാതെയോ ആ ഒരു ഇത് തള്ളിക്കളയരുത്. അതായത് അതിനാരും മുതിരരുത്. ഓക്കെ, താങ്ക് യു. ഹായ്, ഇവിടെ ഗ്രൂപ്പില് നമുക്ക് സലിംക കുറെ വോയിസുകൾ നമുക്കിവിടെ മേലെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മിഗ്ദാൽ സാറിന്റെ ഒരു ഹിന്ദിയിൽ റെക്കോർഡ് ചെയ്ത ഒരു ആയുർവേദിക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ, അതും സലിംക നമുക്ക് വേണ്ടി അത് തർജ്ജമ ചെയ്ത് നമ്മൾക്ക് പറഞ്ഞു മലയാളത്തിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ അതുമായിട്ട് കുറെ കാര്യങ്ങൾ, പ്രോബയോട്ടിക്കിന്റെ കാര്യങ്ങള്, രോഗാവസ്ഥ, അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിന് പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മള് ഓരോ മെമ്പേഴ്സും അവരവരുടെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെപ്പറ്റി ഇതേ ആസ്പദമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അത് ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പിൽ നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അവിടെ ഒരു വിജയമുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. അപ്പൊ അങ്ങനെ ഒരു കുടുംബമായിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ റാബിറ്റ് ഫാമിംഗ് എന്നുള്ളത് ഒരു വൻ വിജയമാക്കാൻ നമുക്ക് കൂട്ടായ്മയായിട്ട് സാധിക്കും. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മുടെ സലീം ഭായി നമ്മുടെ ഈ ഗ്രൂപ്പില് ഒരുപാട് വോയിസുകൾ അദ്ദേഹം പ്രസന്റ് ചെയ്തു. നമുക്ക് പഠനാർഹമായ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിധത്തില് അദ്ദേഹം വളരെ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ സലീം ഭായി നമ്മുടെ ഈ ഗ്രൂപ്പില് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഒന്നുകിൽ ഇത് മിഗ്ദാദ് ഭായിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും, അല്ലെങ്കിൽ മിഗ്ദാദ് ഭായിയുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് സലീം ഭായി ഇങ്ങനെ ഓരോ വോയിസുകളും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പോയിന്റുകളുമായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താന്ന് വെച്ചാല്, ഇപ്പോ നമ്മുടെ ഗ്രൂപ്പിനെ ഒരു കുറ്റമറ്റതാക്കുക, ഒരു നല്ലൊരു, അതായത് കുറ്റങ്ങളൊക്കെ മാറ്റി നിർത്തി നല്ല രീതിയിലുള്ള ഒരു ഗ്രൂപ്പാക്കിയിട്ട്, ഉപകാരപ്പെടുന്ന രീതിയിലൊരു ഗ്രൂപ്പാക്കിയിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് സലീം ഭായി ഇങ്ങനെ ഒരു ദൗത്യമായിട്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ വരാറുള്ളത്.
നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചില വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഇതുപോലെ തന്നെ എന്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ കയറിയിട്ടൊരു വീഡിയോ എടുത്ത് അത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യല്ല ചെയ്യാറ്. അത് മിഗ്ദാദ് ഭായി എന്നോട് വിളിച്ചു പറയും, ഇന്ന വിഷയത്തിലൊരു വീഡിയോ നീ തയ്യാറാക്കണം. അങ്ങനെ അദ്ദേഹം പറയുന്ന സമയത്താണ് ഞാൻ ഒരു വീഡിയോ ഇവിടെ തയ്യാറാക്കാറ്. എന്നിട്ട് അത് ആദ്യം മിഗ്ദാദ് ഭായിക്ക് അയച്ചു കൊടുക്കും. മിഗ്ദാദ് ഭായി അത് കണ്ട് അതിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിന് ശേഷമാണ് പിന്നെ സലീം ഭായിക്ക് അയച്ചു കൊടുക്കുന്നത്. സലീം ഭായി അതിൽ നമ്മുടെ റാബി ഫാം സ്കൂൾ എന്ന ലോഗോ അടിച്ചതിന് ശേഷമാണ് നമ്മുടെ ഗ്രൂപ്പിൽ അത് അപ്ലോഡ് ചെയ്യുന്നതും പിന്നീട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അതിന് ശേഷമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ നല്ലൊരു ടീം വർക്കായിട്ടാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ശരിക്കുമുള്ളൊരു ഉദ്ദേശം, ഈ ഒരു ടീം വർക്കിന്റെ ഉദ്ദേശം ഇപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പ് കൊണ്ട് ശരിക്ക് മിഗ്ദാദ് ഭായിയും സലീം ഭായിയും ഒക്കെ ഉദ്ദേശിക്കുന്നത്, അതായത് നല്ല ക്വാളിറ്റി ഉള്ള കർഷകരെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നമുക്കറിയാം ഏകദേശം 100ഓളം കർഷകർ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ നമ്മളെല്ലാവരെയും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോ സലീം ഭായി ഇടയ്ക്ക് പറയുന്ന പോലെ ഓരോ കർഷകനും അത് ഓരോ വെറ്റിനറിന്റെ ക്വാളിറ്റി ഈ ഒരു കർഷകന് ഉണ്ടായിരിക്കണം. അതുപോലെ നല്ലൊരു റിസർച്ചറുടെ ഒരു മനോഭാവം നമ്മുടെ ഈ ഓരോ കർഷകർക്കും ഉണ്ടായിരിക്കണം. അപ്പൊ ഈ വെറ്റിനറിയന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഫീൽഡ് ഇപ്പൊ ഒരു മുയലിനെ വളർത്തുക എന്നുള്ള ഒരു മുയൽ കൃഷിയാണ് ഇപ്പൊ നമ്മുടെ ഫീൽഡ്. അപ്പൊ ഇതിൽ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ മുയലുകൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഇത് ഒരുപാട് ഇതിനെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് ഇതിന്റെ യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോഴേക്കും സമയം ഒരുപാട് വഴുകും. നമുക്കറിയാം, ഇത് മുയൽ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കുകയും പെട്ടെന്ന് മരണം സംഭവിക്കും. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ബോധം ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് കുറെ ആലോചിച്ച് നമ്മൾ ഡോക്ടറെ പോയി കാണിക്കുന്ന സമയം കൊണ്ട് മരണം സംഭവിക്കും മുയലിന്. അപ്പൊ നമുക്കിത് അറിയാമെന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് ഈ മുയലിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ നല്ലൊരു വെറ്റിനറിന്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു കർഷകനാണെങ്കിൽ ഈ മുയലിന്റെ ഓരോ ശ്വാസോച്ഛ്വാസം പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ അറിയാൻ കഴിയും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ കഴിയും. അതാണ് അതിന്റെ ഒരു മെച്ചം. അതുപോലെ ഒരു റിസർച്ചറുടെ ഒരു മെന്റാലിറ്റി ആ ഒരു ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു മുയൽ കൃഷിയിൽ നമ്മൾ ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഫാമില് നമ്മുടേതായിട്ട് രീതിയിൽ നമുക്കിനി എന്തൊക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിക്കവാറും പുസ്തകത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി മുമ്പോട്ട് ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ എപ്പോഴും ഇപ്പൊ ഇന്നലെ സലീമിയ വോയിസിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഫാം നമ്മുടെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ ആ ജോലിഭാരം കുറക്കാനും അതുപോലെ നമുക്ക് ഈസിയാക്കി എങ്ങനെയൊക്കെ അത് കൊണ്ടുപോകാൻ കഴിയും ആ രീതിയിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഇപ്പൊ ഞാൻ ചെയ്യുന്ന രീതി വേറെ ആള് അത് അഡാപ്റ്റ് ചെയ്തിട്ട് ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യല്ലേ വേണ്ടത്. ഇപ്പൊ ഫുൾ ടൈം ഇത് ഇൻവോൾവ് ആയിട്ട് ഒരാളാണെങ്കിൽ അയാൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഫുൾ ടൈം ഇതിൽ ഇൻവോൾവ് അയാൾക്ക് സാവധാനത്തിൽ ഓരോ ജോലി ചെയ്ത് തീർക്കാനും റിസ്ക് ഏറ്റെടുക്കാനൊക്കെ അയാൾ റെഡി ആയിരിക്കും. പക്ഷെ നമുക്ക് വേറൊരു ജോലിയുള്ള ഒരാളാണെങ്കിൽ അപ്പൊ നമ്മളിത് ഈസി ആക്കിയിട്ട് വേണം, ഇത് വളരെ ഈസി ആക്കിയിട്ട് വേണം നമ്മുടെ ഈ ഫാം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കരുത്. അതായത് ഇപ്പൊ ഈ മുയൽ ഫാം തുടങ്ങുന്നത് കൂടി തന്നെ നമ്മൾ അതിന്റെ അപ്പുറത്ത് കോഴി ഫാം, അതിന്റെ അപ്പുറത്ത് ആട് ഫാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എവിടെയും ഒന്നും എത്താത്ത സ്ഥിതിയിൽ വരും. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ മുയൽ ഫാമാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ മുയൽ ഫാമിനെ നമ്മൾ നല്ലൊരു രീതി ഒരു 5-6 മാസം കൊണ്ട് നമുക്ക് ഇതിനെ നല്ലൊരു രീതിയിൽ ഇതിനെ മൂവ്മെന്റ് ആക്കിയതിനു ശേഷം നമുക്ക് അടുത്തതിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് മനസ്സിലാവും. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ഒരു സംഭവത്തിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ നമുക്കിതൊക്കെ അങ്ങനെ ഒരുമിച്ച് നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അല്ലാതെ ഒരിക്കലും ആരും ഇത് ഒരുപാട് ബുദ്ധിമുട്ടിയും കൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചിന്തിക്കുക, നല്ലപോലെ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ കഴിയും. താങ്ക് യു. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപക്.
കുറച്ചായിട്ട് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ പുതുതായിട്ട് വന്ന കുറച്ച് പേർക്ക് അതിനെ പരിചയം ഉണ്ടാവില്ല. എന്തായാലും ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോയിസ് ഇടുന്നത്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് വോയിസുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്, മിഗ്ദാസ് സാറും അതുപോലെ നൗഫൽ ഭായ്, സുരേഷ് ചേട്ടൻ അവരൊരു ടീമായിട്ട് നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് കുറച്ച് പേര് അതിന് എന്താ പറയാ താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു എന്നുള്ളൊരു വോയിസ്, കുറച്ച് അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് മുൻ വോയിസുകളാണ് കേട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളെ മിഗ്ദാസ് സാറ് ഇത്രയും ദൂരത്തു നിന്നും, നമ്മുടെ സ്ഥലങ്ങളെല്ലാം മലപ്പുറത്തിൽ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുറച്ച് ദൂരെയാണെങ്കിൽ അദ്ദേഹം ഇത്രയും ഇന്ധനം അടിച്ച് ഓരോ കർഷകനും വേണ്ടി അദ്ദേഹത്തിന് ചിലപ്പോൾ പല അസുഖങ്ങൾ ഉണ്ടാകാം, എന്തെങ്കിലും പനിയോ, കാരണം അത്രയും ദൂരത്ത് നിന്ന് ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ബിസിനസ് പോലും അവഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം വരുന്നത്. നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരാനും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ കഴിവതും എല്ലാവരും സഹകരിക്കുക. ഇനിയിപ്പോ ഗ്രൂപ്പിൽ അഡ്രസ്സ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ഒന്നല്ലെങ്കിൽ PM-ൽ പോയിട്ട് അഡ്രസ്സ് ഷെയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പേഴ്സണലായിട്ട് വിളിച്ച് വരുന്ന വഴി ഒന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം ഇത്ര ദൂരത്ത് നിന്നും കാറിൽ വരുന്ന സമയത്ത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഒരുപാട് ഇന്ധനം ചെലവാണ്. അപ്പൊ ഇവര് വഴി തെറ്റി പോകുന്ന സമയത്ത് അത്രയും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു സമയം അവർക്ക് മതിയാവില്ല മറ്റു ഫാമുകളും കൂടി വിസിറ്റ് ചെയ്യാൻ. ഒരാൾക്ക് വേണ്ടി വഴിതെറ്റി ഇങ്ങനെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് അത് വിളിച്ചു പറയുക. രണ്ടാമത് എന്റെ ഫാമിലും മിഗ്ദാസ് സാർ വന്നിരുന്നു. കഴിവതും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അവര് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ സാധാരണഗതിയിൽ വ്യത്യസ്തമായിട്ട് ഒരുപാട് വൃത്തിയാക്കലും എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതിരിക്കുക. കാരണം എനിക്കത് ചെയ്ത് ഞാൻ നോർമലായിട്ട് ഞാൻ എങ്ങനെയാണോ എന്റെ ഫാം മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെ തന്നെയാണ് ഞാൻ അവർ വന്ന സമയത്തും ചെയ്തത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ നമ്മുടെ യഥാർത്ഥ കുഴപ്പം എന്താന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യമാണ് അവർക്ക്, ഔട്ട്പുട്ടാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് അവർക്ക് അതിന്റെ മിസ്റ്റേക്കുകൾ നമുക്ക് പറഞ്ഞു തരാനും പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഫാം അധികം ഹൈജീനിക് അല്ലാതെ വൃത്തിയല്ലാതെ വെക്കുന്ന ഒരാളാണെങ്കിൽ അവർ വരുന്നത് നോക്കി നമ്മൾ അതെല്ലാം വൃത്തിയാക്കി വെച്ചാൽ ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവര് എങ്ങനെയാണോ അവരുടെ ഫാം സാധാരണഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ വെക്കുക. എങ്കിലാണ് നൗഫൽ ഭായിക്കാണെങ്കിലും മിഗ്ദാസ് സാറിനാണെങ്കിലും ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്കൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റിയ അബദ്ധം നമ്മൾ തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ട്. ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത് കുറവായിരിക്കാം, അല്ലെങ്കിൽ ലഭിച്ച കുഞ്ഞുങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് നേരിട്ട് അവർ വന്ന് ഫാം വിസിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവുകൾ നമ്മൾ ചെയ്തതിന്റെ ശരിയും തെറ്റും നമുക്ക് തിരിച്ചറിയാം. അപ്പൊ അത് ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ അവർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആ നെഗറ്റീവ് കാര്യങ്ങളെ നമ്മളൊരു പോസിറ്റീവ് മൈൻഡിൽ എടുത്തിട്ട് മുന്നോട്ട് പോവുക. കാരണം നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നെഗറ്റീവ് അവർ പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് മുന്നോട്ട് പോവുക. ഇത്തരം കുറെ വോയിസുകൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത്. അപ്പൊ എല്ലാവരും ഇനി ഇതുപോലുള്ള ഫാം ഇൻസ്പെക്ഷന് നമ്മൾ വേണം മുന്നിട്ട് നിൽക്കാൻ. സാർ എന്റെ ഫാമിലേക്ക് വരണം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മുന്നിട്ട് നിൽക്കാൻ. കാരണം അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമായിട്ട് നമ്മളിത് കാണരുത്, നമ്മുടെ സ്വന്തം ആവശ്യമായിട്ട് നമ്മളിത് കരുതണം. അതുപോലെ നമ്മളിതിന് മുന്നിട്ട് നിൽക്കണം, മിഗ്ദാസ് സാറിന്റെ ഒപ്പം നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എനിക്ക് കുറെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്നതും നമ്മൾ ഉൾക്കൊണ്ട് അതിന്റെ പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ട് നമ്മളത് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലാഭത്തിലേക്ക് മാറുന്ന പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോവാം. എന്താണെങ്കിൽ അപ്പൊ എല്ലാവരും ഒന്ന് മിഗ്ദാസ് സാർ വരുന്ന സമയത്ത് ഒന്ന് മാക്സിമം സഹകരിക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള അളവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് സംസാരിക്കുള്ളൂ. ശാസ്ത്രീയമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ കാണുന്ന പുഴു എന്തിന്റെ ലാർവയാണ് എന്ന് ശാസ്ത്രീയമായിട്ട് അത് ഏത് സ്പീഷീസ് ആണെന്ന് അറിയാതെ എന്തെങ്കിലും പറയാൻ നമുക്ക് നിർവാഹമില്ല. ഗ്രൂപ്പിന്റെ രീതി അങ്ങനെയാണ്. ഇവിടെ അനുമാനിക്കാവുന്നത് ലഭ്യമായ തെളിവനുസരിച്ച് ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ EM സുരേഷിനുള്ള മൈക്രോബസ് ഏതൊക്കെ സ്പീഷീസ് ആണെന്ന് പറഞ്ഞു. പിന്നീട് അത് വരാനുള്ള ഒരു സാധ്യത അതിവിടെ ഇളക്കുന്ന കാര്യമായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ PM ബോയ്സാണ് ഗ്രൂപ്പിൽ പങ്കുവച്ചത്.
അത് വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ജലാംശം ഉള്ളതും അതുപോലെ തന്നെ പാരസൈറ്റ് ആക്രമിക്കാൻ സാധ്യത. പാരസൈറ്റ് അധികം വരുന്നതിൽ ഒന്ന് കൂടുതൽ ജല ന്യൂട്രീഷൻ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അത് തേക്ക് മരം, തേക്കിന്റെ ബിൽഡിംഗ് ബ്ലോക്കിലേക്ക് പാരസൈറ്റ് വരില്ല പെട്ടെന്ന്, കാരണം സാന്ദ്രത കൂടിയ ബിൽഡിംഗ് ബ്ലോക്കാണ്. വാഴ അങ്ങനെയല്ല, സാന്ദ്രത കുറഞ്ഞാണ്, സ്വാഭാവികമായിട്ട് അവിടെ പാരസൈറ്റ് വരും. ആ പാരസൈറ്റോ അതിന്റെ ലാർവകളോ അതെന്തെങ്കിലും മുട്ടയോ അത് ഈ വാഴന്റെ തണ്ടിലൂടെ EM സൊല്യൂഷനിലേക്ക് വന്നിരിക്കാം. EM സൊല്യൂഷനിൽ ശർക്കര ഉപയോഗിച്ച് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ സൂക്ഷ്മാണുകൾ വേണ്ട ഗ്ലൂക്കോസ് കണ്ടന്റ് ലഭിക്കും എന്നുള്ളതാണ്. അക്കാരണം കൊണ്ട് ഇതിൽ പെരുകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം EM സൊല്യൂഷൻ pH കൂടിയൊന്നുമല്ല, pH കുറവുള്ളതാണ്. pH കുറവുള്ളിടത്താണ് മൈക്രോബ്സ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവുക എന്ന് നമുക്കറിയാം. അപ്പൊ വാഴന്റെ തണ്ടിലൂടെ വന്നതാവാം ആണ് എന്ന് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാൻ പാടില്ല. ശാസ്ത്രത്തിന്റെ രീതി എങ്ങനെയാണ്, എന്തെങ്കിലും ഓണത്തിന്റെ പിന്നാലെ ഓടി പോകാൻ പാടില്ല. നമ്മളെ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് ശാസ്ത്ര സത്യങ്ങളാണ്, കേവലം തിയറികളല്ല, ശാസ്ത്ര തത്വങ്ങളല്ല, ശാസ്ത്ര സത്യങ്ങളാണ് നമ്മളെ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഊഹത്തിന്റെ പിന്നാലെ പോകില്ല. അതുകൊണ്ട് ഇത് ഇവിടെ ഉള്ളത് ഏത് സ്പീഷീസ് ആണെന്ന് അറിയാൻ നമുക്ക് അതാണ് ഇതാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇനി ഇഗ്ദാസ് സാർ കുറച്ചുമ്പ് ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു, മറ്റ് EM സൊല്യൂഷനിലെ വെബ്സൈറ്റ് കാണുന്നത് ഒരു ദിവസം കൂടുമ്പോൾ ഇളക്കണമെന്നും EM സൊല്യൂഷന്റെ ട്രെയിനിങ് കിട്ടിയ ആളുകൾ പറഞ്ഞത് 2 ദിവസം കൂടുമ്പോൾ ഇളക്കണം എന്നാണ്. ഇഗ്ദാസ് സാർ ഒരു പടി അപ്പുറം കടന്ന് ഇഗ്ദാസ് സാർ പറയുന്നത് ടോപ്പ് തുറന്ന് പ്രഷർ ഒഴിവാക്കി കൊടുത്താൽ മതി, ഇളക്കേണ്ട ആവശ്യമില്ല എന്നുള്ള. അത് നമ്മൾ ഗ്രൂപ്പിൽ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല, ആ പ്രഷർ പോയാൽ മതി. അതുകൊണ്ട് ഇളക്കേണ്ട ആവശ്യം വരുമ്പോഴല്ലേ അവിടെ വടി ഉപയോഗിക്കേണ്ട കാര്യം വരുന്നത്. വാഴത്തണ്ട് പോയിട്ട് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാണ്. ഒരു സോളിഡ് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ടോപ്പ് തുറന്നു കൊടുത്താൽ മതി. അപ്പം ഇദ്ദേഹത്തിന്റെ ബക്കറ്റ് എല്ലാം പുതിയതാണ്, നല്ല വൃത്തിയുണ്ട്, ഫാം ഹൈജീനിക് ആണ്, ഫാമില് ഈച്ച ഇല്ല, ഒന്നുമില്ല, അങ്ങനത്തെ യാതൊരു പാശ്ചാത്തലും അവിടെ ഇല്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, EM സൊല്യൂഷൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ ടോപ്പ് തുറന്നാൽ മതി, ഇളക്കി കൊടുക്കേണ്ട സാഹചര്യമില്ല. ഇളക്കാൻ തണ്ട് ഉപയോഗിക്കുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള പാശ്ചാത്തലം വരുള്ളൂ. ഇത് കൂടാതെ EM സൊല്യൂഷന് ആ കുട്ടികൾ ടോപ്പ് തുറപ്പിലാണ് സാഹചര്യം ഉണ്ടായത്. തുറന്നിട്ട് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ലാർവ ഉണ്ടായി വരാനുള്ള സാഹചര്യം വരും. ഇത് ഇഗ്ദാസ് സാറിന്റെ ഒരു ഫാമാണ്, 50x50 ആണെന്ന് തോന്നുന്നു അതിന്റെ സൈസ്. അതുകൊണ്ട് അതിന്റെ മധ്യഭാഗത്ത് ഒരു ഗ്ലാസ് വിറ്റിട്ടുണ്ട്, കൂളിംഗ് ടൈപ്പ്. അതായത് നേരിട്ട് സൂര്യപ്രകാശം അതിലേക്ക് പതിച്ചിട്ട് പ്രശ്നമില്ലാതിരിക്കാണ്, എന്നാൽ സൂര്യപ്രകാശം അത്യാവശ്യത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വീതി നീളവും ഒരുപോലെ വരുന്ന ഷെഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലാസ്, കൂളിംഗ് ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിന്റെ ചെവിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വോയിസിൽ പറഞ്ഞു, ചെവിയുടെ പ്രവർത്തനം അതുപോലെ ചെവിന്റെ ആ ലെവലിൽ എയറേഷൻ ലഭിക്കണം എന്നുള്ളത്. മുയലിന് ഷെഡ് ഒരു ഫാമായിട്ട് നാം ചെയ്യുകയാണെങ്കിൽ ഒഴിഞ്ഞ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ കിഴക്ക് പടിഞ്ഞാറാണ് ഏറ്റവും അനുയോജ്യം. അതായത് വീതി കുറവ്, നീളം കൂടുതലുള്ള ഷെഡുകൾ ഉണ്ടാക്കുക. കിഴക്ക് സൂര്യന് ഉദയം, പടിഞ്ഞാറ് അസ്തമയം. ആ സൂര്യന്റെ ഉച്ച തെറ്റി 2 ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് ചൂട്, അമിതമായിട്ട് വെയിലും ഫാമിലേക്ക് തട്ടാതിരിക്കാൻ അത് സഹായിക്കും. കൂടാതെ വീതി കുറയുന്നതുകൊണ്ട് നീളത്തിന് ഷെഡാകുമ്പോൾ ആ ഭാഗത്തൂടെ എയറേഷൻ കിട്ടും. എന്തുകൊണ്ടാണ് എയർ പാസിംഗ് വേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. അന്തരീക്ഷത്തില് ശരാശരി 1 മീറ്റർ സ്ക്വയറിൽ, അതായത് 1 മീറ്റർ ഹൈറ്റ്, 1 മീറ്റർ വീതി, 1 മീറ്റർ നീളം ഒരു പെട്ടിക്കൂട് ഉണ്ടാക്കാൻ നോക്കാം. അതിനകത്ത് 15 ഗ്രാം വെള്ളം ഉണ്ടാവും മിനിമം. കേരളത്തിൽ 15 അല്ല, ആവറേജ് 20 ഗ്രാം വെള്ളം ഉണ്ടാവും. ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി ഫോം ചെയ്യും, പുഴുക്കം ഫോം ചെയ്യും. അതല്ലാത്ത അവസ്ഥയിൽ മഴക്കാലത്തോ മറ്റോ ഈ ഈർപ്പുണ്ടാവും അന്തരീക്ഷത്തില്, ഈർപ്പം, ഒരു മോയ്സ്ചറായിട്ട് ശീതലടിക്കാന്നൊക്കെ പോലെ ആ രൂപത്തിലുണ്ടാവും. അതെല്ലാം മഞ്ഞ് രൂപത്തിലാണെങ്കിൽ ആ നേരത്തും ഉണ്ടാവും. മഞ്ഞ് അതായത് കൂടുതലായിട്ട് നമ്മൾ മൈനസിലേക്ക് മറ്റൊക്കെ പോവുകയാണെങ്കിൽ, ഐസ് ആകുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. സത്യത്തില് മുയലിന് ഐസ് പോലുള്ള കാലാവസ്ഥ വേണ്ട ആവശ്യമില്ല. പക്ഷെ ഫ്രോസൺ ആയി വരികയാണെങ്കിൽ നമുക്കറിയാം, ചിക്കനോ മറ്റോ ഈ ഫ്രോസൺ ആക്കി വെക്കുകയാണെങ്കിൽ ഡാമേജ് വരില്ല. പക്ഷെ ഒരു ശരാശരി കാലാവസ്ഥയിലാണ് രോഗാണുക്കൾ കൂടുതലായിട്ട് പെറ്റി വരിക, അവർ ഇൻക്യുബേഷൻ നടക്കുക എന്ന് നാം മനസ്സിലാക്കണം. ഇനി അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് രോഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മീഡിയയായി പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഹ്യൂമിഡിറ്റി ഫോം ചെയ്യോ അല്ലെങ്കിൽ ഈർപ്പന്തരീക്ഷം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മീഡിയ ആയിട്ട് വരും, രോഗാണുക്കൾക്ക് അതിലൂടെ പാസ് ചെയ്യാൻ കഴിയും. അത് അറിയാത്തവർക്ക് ഒന്നുകൂടും പറയാണ്, ജലം ഒരു മീഡിയ ആയിട്ട്, ബോട്ട് കപ്പലൊക്കെ വെള്ളത്തിൽ കൂടെ പോകുന്നില്ല, കടലിലൂടെയും പുഴയിലൂടെ ഒക്കെ പോകുന്നില്ല, ഒരു മീഡിയ തന്നെ മാധ്യമം എന്ന് പറയും. അതുപോലെ വായു, എയറിലൂടെ പോകുന്ന വിമാനങ്ങൾ എയറിലൂടെ പോകുന്നു, പട്ടം പറത്തി ഇറങ്ങുന്ന വായുവിലൂടെ, വായു ഒരു മീഡിയറ്റ് ഉപയോഗിക്കുകയാണ്. കരയിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റും, റോഡിലൂടെ വാഹനം പോകാൻ പറ്റും, അപ്പൊ കര ഒരു മീഡിയ.
അതുപോലെ അന്തരീക്ഷത്തിനകത്ത് ഈർപ്പവും അതുപോലെ പുഴുക്കവും രൂപപ്പെട്ട് വരുമ്പോൾ ഉണ്ടായി വരുമ്പോൾ അതൊരു മീഡിയറ്റ് മാധ്യമമായിട്ട് അതിലൂടെ രോഗാണുക്കൾ സഞ്ചരിക്കും. ഇവിടെ മില്യൺ കണക്കിന് ബാക്ടീരിയകൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കും. ആ ബാക്ടീരിയകൾ 3 സ്റ്റാറ്റസിലായിരിക്കും. ഒന്ന് ഡോർമെന്റ് സ്റ്റാറ്റസ്, 2 സെമി ഡോർമെന്റ്, 3 ആക്റ്റീവ്. ഡോർമെന്റ് തന്നെ പൂർണ്ണമായിട്ടും ഉറങ്ങിക്കിടക്കുന്ന ബാക്ടീരിയന്റെ ഒരു കണ്ടീഷൻ. 2 ഈ പൊടിപടലൊക്കെ വരുമ്പോൾ അതിലൂടെ വരുന്നത് അല്ലാതെ വരുന്നത്. മറ്റൊന്ന് സെമി ഡോർമെന്റ്, അർദ്ധമായിട്ട് ഉറങ്ങുന്നത്, കുറച്ച് ആക്റ്റീവായി വരുന്നത്. 3 പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആകുന്നത്. ഈർപ്പം ലഭിക്കുമ്പോൾ അത് ആക്റ്റീവായി വരും അനുകൂലമായ സാഹചര്യം വരുമ്പോൾ. വൈറസിനെ പോലെ ഒരു ഹോസ്റ്റ്, ഒരു ശരീരം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ മാത്രം കഴിഞ്ഞു കൂടുന്നില്ല ബാക്ടീരിയ, എല്ലാത്ത അവസ്ഥയിലും ആക്റ്റീവ് ആവും. അപ്പൊ അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ഫാമിന്റെ ഷെഡ് ഇതിന് ഹൈറ്റ് വേണം. ഷെഡിന് സാധിക്കുകയാണെങ്കിൽ, ഷെഡ് ഷീറ്റ് ആണെങ്കിൽ ഷീറ്റിന്റെ താഴെ അത് ചൂട് വരാതിരിക്കാനുള്ള സംവിധാനം, എലിയോ ഒന്നും വരാത്ത രൂപത്തിലുള്ള വാങ്ങിക്കാൻ കിട്ടുന്ന, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സംവിധാനമുണ്ട്. ഒരു തെർമോകോൾ ടൈപ്പുള്ള, അധികം വില വരാത്ത, അത് ഷീറ്റിന്റെ നേരെ താഴെ വളരെ നല്ല വൃത്തിയോടുകൂടി ചെയ്യാവുന്നതാണ്. കൂടാതെ മുകളിൽ സാധിക്കുകയാണെങ്കിൽ ഓല മുടഞ്ഞിട്ട് മുകളിൽ കൃത്യമായിട്ട് ഓല വെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ കണ്ടീഷൻ പോലെ രൂപത്തിൽ നമ്മുടെ ഫാമിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സോഴ്സ് കാരണം എന്തൊക്കെ നമുക്ക് തടയാൻ അതുകൊണ്ട് കഴിയും. ഷീറ്റ് അല്ലെങ്കിൽ ഈ കേസ് ബാധിക്കുന്നുമില്ല. ബാക്ക്യാർഡ് റാബിറ്റ് ഫാം എന്ന് പറയുമ്പോൾ വീടിന്റെ പുറകുവശത്തുള്ള ഫാമാണ്. അത് വീടിന്റെ മുകളിലായിരിക്കാൻ സ്ഥലമില്ലെങ്കിൽ വീടിന്റെ അടുത്ത്. അപ്പൊ ഈ പറയുന്ന രൂപത്തിൽ ഷെഡിനൊക്കെ കഴിഞ്ഞോളുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഉള്ള ഷെഡിന്റെ അടുത്ത് സാധിക്കുകയാണെങ്കിൽ ഒരു ഫാന് സൈഡിലോട്ട് പുറത്തെ ഭാഗത്തേക്ക് ഷെഡിലുള്ള എയർ പോകാൻ വേണ്ടിയിട്ട്, അതായത് മൂലം ശ്വസിച്ചിട്ട് പുറത്തേക്ക് വരുന്ന ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡ് വിടുമ്പോൾ അതിന്റെ കൂടത്തിൽ കുറച്ച് ആവശ്യമില്ലാത്ത രോഗാണുക്കളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഏരിയയിൽ ഷെഡിൽ ഇങ്ങനെ കെട്ടിക്കെടുക്കാൻ പാടില്ല. ഷെഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയായിട്ട്, അത് വലിയ പുഴുക്കൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെയുള്ള എയർ വായു സഞ്ചാരം ഇല്ലെങ്കിൽ അവിടെ രോഗാണുക്കൾ അവിടെ ഇങ്ങനെ പെറ്റി വരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പുറത്തേക്ക് ഒരു ഫാൻ വെച്ച് എപ്പോഴും വേണമെന്നില്ല, ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കറണ്ട് ചെലവെല്ലാം നഷ്ടമായിരിക്കും. എപ്പോഴെങ്കിലും കുറച്ചൊരു 10 മിനിറ്റൊക്കെ, 2 മണിക്കൂർ കൂടുമ്പോൾ 3 മണിക്കൂർ കൂടുമ്പോൾ 10 മിനിറ്റൊക്കെ ഒന്ന് ഫാൻ സൈഡിലോട്ട് കാറ്റടിച്ച് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ശുദ്ധവായു ലഭിക്കാൻ അത് ഏറെ സഹായകമാകും.